Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alamin. Allahumma salli ala Muhammad wa ala ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim wa barik ala Muhammad wa ala ali Muhammad kama barakta ala Ibrahim wa ala ali Ibrahim fil alamin innaka Hamidum Majid. Ya ayyuhalladhina amanu ittaqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. ആദരണീയനായ സഹോദരൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുവാനാകട്ടെ. നമ്മുടെ ഈ ഒത്തുചേരൽ അല്ലാഹുവിന്റെ ഭവനത്തിൽ ഇരുന്ന് അവന്റെ ദീനിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്ന ഈ സദസ്സിനെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇതുകൊണ്ട് നമ്മളെന്തൊക്കെ നല്ല ഗുണങ്ങളും ഫലങ്ങളുമാണ് ആഗ്രഹിക്കുന്നത്, ഉദ്ദേശിച്ചിട്ടുള്ളത്, അതൊക്കെ പൂർത്തീകരിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ തുണയ്ക്കുമാറാകട്ടെ. നമുക്ക് ഏതാണ്ട് 1 മണിക്കൂർ സമയമാണ് ഉള്ളത്. ഒരു വിശാലമായ അർത്ഥത്തിൽ സംസാരിക്കേണ്ടുന്ന ഒരു വിഷയമാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ ഈ സമയത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. മുസ്ലിം ഉമ്മത്ത് അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം 14 നൂറ്റാണ്ടിലധികമായി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഇന്നിപ്പോ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു? നമ്മുടെ സാഹചര്യങ്ങൾ എന്താണ്? ചുറ്റുപാടുകൾ എന്താണ്? അവസ്ഥ എന്താണ്? പ്രശ്നങ്ങൾ എന്താണ് എന്നെല്ലാം നമുക്ക് സാമാന്യമായിട്ട് നല്ല ബോധമുണ്ട്. മുസ്ലിം ഉമ്മത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന അടിസ്ഥാനപരമായ കാര്യം, അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു ജാതിയല്ല. നമ്മുടെ നാട്ടിലൊക്കെ ഒരു പ്രയോഗമുണ്ട്, നിങ്ങളെ ജാതി നമ്മളെ ജാതി എന്നൊക്കെ പറയും. നിങ്ങളെ ജാതിപ്പെട്ട, ഞങ്ങളെ ജാതിപ്പെട്ട. മുസ്ലിങ്ങൾ ഒരു ജാതിയല്ല, കുറെ ജാതികളുടെ കൂട്ടത്തിൽ ഒരു ജാതിയല്ല. ഇത് കേവലമായിട്ടുള്ള ഒരു സമുദായമല്ല, കേവലം ഒരു കൗമല്ല. നമ്മളെ കൗമ ചിലപ്പോൾ നമ്മൾ പറയും മീമാണോ കാഫാണോ, ഇങ്ങനെ ഒരു കൗമായിട്ട്, ഒരു ജാതിയായിട്ട്, അല്ലെങ്കിൽ ഒരു സമുദായമായിട്ട് നമ്മളെ മനസ്സിലാക്കാൻ പാടില്ല. അതിന്റെ അപ്പുറത്താണ് നമ്മുടെ അവസ്ഥ, നമ്മുടെ സ്ഥാനം എന്ന് പറയുന്നത്. ഇസ്ലാമിക സമൂഹം ഭൂമിയിൽ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതരായിട്ടുള്ള സമൂഹം. ഞാൻ പറഞ്ഞതല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ ഉത്തമ സമൂഹം, ഉത്തമ സമൂഹം, ഖൈറും ശ്രേഷ്ഠ സമുദായം എന്ന് വേണം. വേറൊരു ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, അല്ലാഹു തആല തെരഞ്ഞെടുത്ത ജനതയാണ് നിങ്ങൾ, തെരഞ്ഞെടുക്കപ്പെട്ട സമുദായം. വജാഹിദു ബില്ലാഹി ഹഖ്ക ജിഹാദിഹി
അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ യഥാവിധി അധ്വാന പരിശ്രമങ്ങൾ നടത്തുക, ജിഹാദ് നടത്തുക. അവൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പൊ അള്ളാഹു താല തെരഞ്ഞെടുത്ത സമുദായം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറുൽ ഉമ്മത്ത്, ഉത്തമ സമൂഹം എന്ന് വിശേഷിപ്പിച്ച സമുദായം. ഇനി വേറൊരു പ്രയോഗത്തിൽ ഖുർആനിൽ കാണുന്നത് മധ്യമ സമൂഹം, സമുദായം. ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ ലിതകൂനു ശുഹദാ. അവിടെ ഉമ്മത്തും വസത്ത് എന്നാണ്, മധ്യമ സമൂഹം എന്ന് പറഞ്ഞാൽ ഉത്തമ സമൂഹം തന്നെയാണ് അർത്ഥം. ഖൈറുൽ ഉമൂരി ഔസത്തുഹ എന്നുണ്ട്. ഏത് കാര്യത്തിന്റെയും നന്മ, നല്ലത് അതിന്റെ മിഡിലായിരിക്കും, നല്ലതായിരിക്കും, മധ്യാവസ്ഥയായിരിക്കും. മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രായം നോക്കിയാലും ഏറ്റവും നല്ല അതെന്ന് പറഞ്ഞാവട്ടെ ജീവിതത്തിന്റെ മധ്യകാലം എന്നതുപോലെ ഏതൊരു കാര്യത്തിലും അതിന്റെ മധ്യ നിലപാട്, മധ്യകാലഘട്ടം അല്ലെങ്കിൽ മധ്യമ നിലപാട് അതാണ് നന്നാവുക എന്ന് പറഞ്ഞതുപോലെ. ഇവിടെ വസതീയ എന്ന് പറയുന്ന ഒരു പ്രയോഗം തന്നെ ഉണ്ട്, വസതീയ. അപ്പൊ ഉക്കതാലിക്ക് ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ, നിങ്ങളെ മധ്യമ സമൂഹമാക്കി. അപ്പൊ മധ്യമ സമൂഹം, ഉത്തമ സമൂഹം, തെരഞ്ഞെടുക്കപ്പെട്ട സമൂഹം എന്ന വിശേഷണങ്ങളൊക്കെ ആർക്കാണ് നൽകപ്പെട്ടിട്ടുള്ളത്? മുസ്ലിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. ഇതെന്തുകൊണ്ടായിരിക്കും എന്നാണ്. ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം എന്താണ് കാര്യം? ഒരു പ്രത്യേക പ്രദേശത്ത് ജീവിക്കുന്നത് കൊണ്ടാണോ? അറേബ്യയിൽ ജീവിക്കുന്നത് കൊണ്ടാണോ? അതല്ല പേര് അറബിയിലായതുകൊണ്ടാണോ? ഭാഷ അറബി ആയതുകൊണ്ടാണോ? അതൊന്നുമല്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ജീവിക്കുന്നത് അറേബ്യയിലല്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ സംസാരിക്കുന്ന ഭാഷ അറബിയല്ല. പേര് അറബിയിലാവണമെന്ന് ഇസ്ലാമിന് യാതൊരു നിർബന്ധമില്ല. അപ്പൊ പേര് അറബിയിലായതുകൊണ്ടോ അറേബ്യയിൽ ജീവിച്ചത് കൊണ്ടോ അറബി ഭാഷ സംസാരിക്കുന്നത് കൊണ്ടോ അല്ല. അതിൽ കുറെ ഉണ്ട്. അറബി സംസാരിക്കുന്ന, അറേബ്യയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ കുറെ ഉണ്ട്. അപ്പൊ പിന്നെ എന്താണ് ഈ പ്രത്യേകത? ഈ എന്തുകൊണ്ടാണ് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാണെന്നും നിങ്ങൾ ഉത്തമ സമൂഹമാണെന്നും നിങ്ങൾ മധ്യമ സമൂഹമാണെന്നും ഒക്കെ അല്ലാഹു തആല മുസ്ലിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ ആ പറഞ്ഞ ആയത്തിൽ തന്നെ അതിനുള്ള ഉത്തരങ്ങൾ. ഞാൻ 3 ആയത്തല്ലേ ഓതിയത്. ഈ 3 ആയത്തിലും അതിന്റെ ഉത്തരങ്ങളുണ്ട്. ആദ്യം ഓതിയ ആയത്ത് കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ ഉത്തമ സമുദായമാണ്, ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ്. അതാണ് നിങ്ങളുടെ പ്രത്യേകത. മനുഷ്യർക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവർ. എന്തിനു വേണ്ടി? എന്തിനെ നിയോഗിച്ചു? എന്ത് പണി ചെയ്യാൻ? തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൂന അനിൽ മുൻകർ. നിങ്ങൾ നന്മ, സദാചാരം കൽപ്പിക്കുകയും ദുരാചാരങ്ങളെ, തിന്മയെ വിലക്കുകയും ചെയ്യണം. എന്നിട്ട് നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പൊ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരും നന്മ കൽപ്പിക്കുന്നവരും തിന്മ വിലക്കുന്നവരും ആകണം നിങ്ങൾ. അതിനു വേണ്ടി നിങ്ങളെ അല്ലാഹു തആല തെരഞ്ഞെടുത്തിരിക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ജനങ്ങൾക്കിടയിൽ നിങ്ങൾ ഈ പ്രവർത്തനം നടത്താൻ, ഈ പണി ചെയ്യാൻ. രണ്ടാമത്തെ ആയത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? വജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ജിഹാദ് ചെയ്യണം. ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അത് യുദ്ധത്തിന് മാത്രം പറയുന്ന പേരല്ല. ജിഹാദി ജിഹാദി എന്നൊക്കെ ഇപ്പൊ മുസ്ലിങ്ങളെ വിശേഷിപ്പിച്ചുകൊണ്ടേയിരിക്കാം. ജിഹാദി ആണ് മുസ്ലിം, ശരിയാണ്. പക്ഷെ ഇവര് പറയുന്ന ജിഹാദി അല്ല. ഇവര് പറയുന്ന ജിഹാദി എന്ന് പറഞ്ഞാലും അകാരണമായി നിരപരാധികളെ കൊല്ലുന്ന, അക്രമം അഴിച്ചുവിടുന്ന, കുഴപ്പമുണ്ടാക്കുന്ന ഭീകര പ്രവർത്തനം. അതാണ് ജിഹാദി അല്ല. ജിഹാദിയാണ് ഓരോ മുസ്ലിം.
ഓരോ മുസ്ലിമും ജിഹാദിയാണ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ യുദ്ധം എന്നല്ല. യുദ്ധം അതിന്റെ ഒരു ഭാഗമായിട്ട് വരും. ചിലപ്പോ അനിവാര്യമെങ്കിൽ സ്വന്തം രാജ്യം അപകടത്തിൽപ്പെടുമ്പോ, രാജ്യം മറ്റുള്ളവരാൽ ആക്രമിക്കപ്പെടുമ്പോ, ഏതെങ്കിലും സമൂഹം അന്യായമായി തങ്ങൾക്കെതിരെ കയ്യേറ്റം നടത്തുമ്പോൾ അതിനെ ചെറുക്കാനും തോൽപ്പിക്കാനും പ്രതിരോധിക്കാനൊക്കെ വേണ്ടി ആളുകൾ പ്രവർത്തിക്കും. അപ്പൊ ആയുധം എടുക്കേണ്ടി വരികയാണെങ്കിൽ എടുക്കേണ്ടി വരും. ഇത് ഇസ്ലാമിൽ മാത്രമാണോ? അത് എല്ലാ സമൂഹത്തിലും അങ്ങനെ ഉണ്ട്. ഏത് നാട്ടിലും അങ്ങനെ ഉണ്ടാവും, ഏത് രാജ്യത്തും അങ്ങനെ ഉണ്ടാവും. ലോകത്ത് രാജ്യങ്ങൾ കൂടുതൽ പണം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്, സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി. നമ്മുടെ രാജ്യവും അതെ. മിക്ക രാജ്യങ്ങളും അവരുടെ സൈന്യവും പട്ടാളവും ആയുധങ്ങളും അതിനെ തീറ്റിപ്പറ്റാൻ വേണ്ടിയാണ് അവരുടെ വരുമാനത്തിന്റെ ബഹുഭൂരിഭാഗവും ചെലവാക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അനിവാര്യമായി വരികയാണെങ്കിൽ ഒരു ആയുധം എടുത്ത് സായുധ പോരാട്ടം ആവശ്യം വരികയാണെങ്കിൽ ചെയ്യേണ്ടി വരും. അത് ഇസ്ലാമിൽ മാത്രമുള്ള ഒരു കാര്യമൊന്നുമല്ല, മുസ്ലിങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു കാര്യമൊന്നുമല്ല. അപ്പൊ അത് ജിഹാദിൽപ്പെട്ടതാണ്. അത് വേണ്ടി വരുന്ന ഒരു സമയത്ത് അങ്ങനെ വേണമെങ്കിൽ ആരും ചെയ്യും, എവിടെയും നടക്കും, നടക്കേണ്ടതാണ്, നടത്തേണ്ടതാണ്. സ്വയം ആത്മരക്ഷാർത്ഥമുള്ള പ്രതിരോധം കുറ്റമല്ല. പക്ഷെ ജിഹാദ് എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ലല്ലോ. ജിഹാദ് എന്ന് പറഞ്ഞാല് അധ്വാന പരിശ്രമം എന്ന വാക്കിന്റെ ഒരർത്ഥം, ത്യാഗ പരിശ്രമം എന്നാണ് വേറെ വാക്കിന്റെ അർത്ഥം. ജഹദ എന്ന് പറഞ്ഞാൽ എന്താ? പരിശ്രമിച്ചു എന്നാണ്. ജാഹദ എന്ന് പറഞ്ഞാൽ പരിശ്രമിച്ചു എന്നാണ്. അപ്പൊ വജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദിഹി, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ യഥാവിധി ജിഹാദ് നടത്തുമെന്ന്. എന്ന് പറഞ്ഞാൽ എന്താണോ ചെയ്യേണ്ടത്, ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യുമെന്ന്. അതാണ് യഥാവിധി. അവൻ നിങ്ങളെ അതിനായി തിരഞ്ഞെടുത്തേക്കും. അപ്പൊ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നിങ്ങൾ ഒരു പണി ഏൽപ്പിച്ചിട്ടുണ്ട്, അത് ജിഹാദാണ്. ആ ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലുള്ള ത്യാഗ പരിശ്രമങ്ങളും അധ്വാന പരിശ്രമങ്ങളുമാണ്. എന്തിനു വേണ്ടി? ലിയകൂന റസൂലു ഷഹീദൻ അലൈക്കും വതകൂനു ശുഹദാ അലന്നാസ്. ആയത്തിന്റെ കുറച്ച് ഭാഗം ഞാൻ വിട്ടതാ. എങ്ങനെ? ജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദിഹി ഹുവ ജ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. ദീനിൽ നിങ്ങൾക്ക് പ്രയാസമൊന്നും അല്ലാഹു തആല വെച്ചിട്ടില്ല. മില്ലത്ത് അബീക്കും ഇബ്രാഹിം, ഇത് നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിന്റെ മാർഗമാണ്. ഹുവ സമ്മാകുമുൽ മുസ്ലിമീൻ, അവനാണ് നിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്ന് പേര് വെച്ചത്. മിൻ ഖബ്ല വഫീ ഹാദാ, ഇവിടെയും അവിടെയും, ഈ ഗ്രന്ഥത്തിലും അവിടെയും മുമ്പും ഒക്കെ. എന്തിനെന്നറിയോ? ലിയകൂന റസൂൽ ഷഹീദൻ അലൈക്കും വതകൂനു ശുഹദാ. അതാണ് പണി, അതാണ് ജിഹാദ്. നിങ്ങൾ ചെയ്യേണ്ട ജിഹാദ്, നിങ്ങൾ ചെയ്യേണ്ട അധ്വാന പരിശ്രമം എന്താന്ന് വെച്ചാൽ, പ്രവാചകൻ നിങ്ങൾക്ക് സാക്ഷിയായതുപോലെ നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാവാൻ, സാക്ഷ്യം വഹിക്കാം. എന്താണെന്ന് പറഞ്ഞാൽ സത്യത്തിന് സാക്ഷ്യം വഹിക്കാം. മനസ്സിലായിട്ടില്ലെങ്കിൽ പ്രവാചകൻ നിങ്ങൾക്ക് സത്യത്തിന്റെ സാക്ഷിയാണ്. ആ പ്രവാചകൻ നിങ്ങൾക്ക് എങ്ങനെ സത്യത്തിന് സാക്ഷിയായോ അതുപോലെ നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയുണ്ടാവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എങ്ങനെ സാക്ഷിയായി? നബിയുടെ സാക്ഷ്യത്തെ കുറിച്ച് 2-3 രൂപത്തിൽ മനസ്സിലാക്കാറുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആദർശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സമഗ്ര ജീവിത പദ്ധതിയെ കുറിച്ച് മനുഷ്യരോട് സംസാരിച്ചു. സമൂലമായ ഒരു മാറ്റത്തെക്കുറിച്ച്, വിപ്ലവത്തെക്കുറിച്ച്, സാമൂഹ്യ മാറ്റത്തെക്കുറിച്ച്, സാമൂഹ്യ നീതി പുലരുന്ന ലോകത്തെക്കുറിച്ച്, മനുഷ്യൻ അല്ലാഹുവിനെ മാത്രം അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലത്തെക്കുറിച്ച്, ലോകത്തെക്കുറിച്ച്, എന്നിട്ട് മനുഷ്യർ ഭൂമിയിൽ സ്വസ്ഥമായി ശാന്തമായി സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച്, ഒരു വെൽഫെയർ സ്റ്റേറ്റിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുവേണ്ടി സംസാരിച്ചുകൊണ്ടേയിരുന്നു, പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സാക്ഷ്യം വഹിക്കായിരുന്നു. എന്ത്? താൻ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം, ഉത്തരവാദിത്വം ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കും, വാക്കുകൊണ്ടുള്ള സാക്ഷ്യം. എന്നാൽ കർമ്മം കൊണ്ടുള്ള ഒരു സാക്ഷ്യമുണ്ട്, ജീവിതം കൊണ്ടുള്ള ഒരു സാക്ഷ്യം. അതെന്താണെന്ന് ചോദിച്ചാൽ, താൻ എന്തൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുവോ ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ മാതൃകയായിട്ട് ജീവിക്കാം. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. ഇത് പിൽക്കാലത്ത് ഒരാൾ പറഞ്ഞതാ, ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ നബിയുടെ ജീവിതം തന്നെയാണ് ഖുർആൻ. കാനഖുൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഖുർആനായിരുന്നു. എന്നാൽ ജീവിതം തന്നെയാണ് സന്ദേശം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അപ്പൊ താൻ എന്തെന്ന് ആളുകളോട് പറയുന്നുവോ ആ പറയുന്നതൊക്കെ തന്റെ ജീവിതത്തിലുണ്ട്. അത് നിശബ്ദമായ ഒരു സാക്ഷ്യമാണ്. പലരും അത് കണ്ടിട്ടാ പ്രവാചകൻ ആകർഷകനായത്. നബിയുടെ പ്രസംഗം കേട്ടിട്ടല്ല, നബിയിൽ നിന്ന് വാക്കുകൾ കേട്ടിട്ടല്ല. പലപ്പോഴും അതുണ്ട്. ചിലപ്പോൾ നബിയുടെ അടുത്ത് വെറുതെ വന്ന് ഇരുന്ന് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുഭവിച്ചിട്ട് ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക്, പ്രവാചകന്റെ മാർഗത്തിലേക്ക് വന്ന ആളുകളുണ്ട്. അപ്പൊ ജീവിതം കൊണ്ടുള്ള സാക്ഷ്യം, കർമ്മസാക്ഷ്യം. മൂന്നാമത്തെ സാക്ഷ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിക്കുണ്ട്. ആ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ മനുഷ്യർ മുഴുവൻ കൊണ്ടുവരുമ്പോൾ കൈഫ ഇദാ ജിഅ്നാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിഅ്നാ ബിക അലാ ഹൗലാഇ ഷഹീദ. അവിടെയുണ്ട് ഒരു സാക്ഷ്യം. പ്രവാചകരെ എങ്ങനെ ഉണ്ടാകും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുപോയ ആയത്താണത്, സൂറത്തുൻ നിസാഇൽ. ഇത് ഓതി കേട്ടിട്ട് നബി കരഞ്ഞു എന്ന് ഹദീസിലുണ്ട്. കൈഫ ഇദാ ജിഅ്നാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ. ഓരോ സമൂഹത്തിനെയും ഒരു സാക്ഷിയെ അവിടെ കൊണ്ടുവരും. എല്ലാ സമൂഹത്തിനും സാക്ഷിയാണ്. ഈ സമൂഹത്തിന്റെ സാക്ഷിയായി താങ്കളെ കൊണ്ടുവരും. ആ സന്ദർഭം എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചു. അള്ളാഹുവിന്റെ മുമ്പിൽ പ്രവാചകന്മാര് നിൽക്കും, പ്രവാചകന്മാരുടെ ജനതയും നിൽക്കും. പ്രവാചകന്മാരോട് ചോദിക്കും, നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം ഇവരിൽ പൂർത്തീകരിച്ചോ? ഞാൻ നിങ്ങൾക്ക് നൽകിയ സന്ദേശം നിങ്ങൾ ഇവരെ പഠിപ്പിച്ചോ? ഇവരോട് ചോദിക്കും, ഈ പ്രവാചകന്മാർ നിങ്ങൾക്കിടയിൽ ആ സന്ദേശം കേൾപ്പിച്ചോ, നിങ്ങളെ പഠിപ്പിച്ചോ? അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം. പ്രവാചകന്മാരോടും ചോദിക്കും, അവർ നിയോഗിക്കപ്പെട്ട ജനതയോടും ചോദിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം. എന്നിട്ട് അവിടെ സാക്ഷിയാവും. അപ്പൊ അല്ലാഹുവിന്റെ റസൂല് സാക്ഷി അല്ലെ? അപ്പൊ ഈ ഇങ്ങനെ അപ്പൊ എന്താ പറഞ്ഞ റസൂല് ഷഹീദൻ അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സാക്ഷിയാവാൻ, പ്രവാചകൻ നിങ്ങൾക്ക് സാക്ഷിയാവാൻ. അപ്പൊ ഇങ്ങനെ ദീനിനെ കുറിച്ച്, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച്, ആദർശത്തെ കുറിച്ച്, ഇസ്ലാമാകുന്ന സമഗ്രവും സമ്പൂർണവുമായ ജീവിത പദ്ധതിയെ കുറിച്ച് മനുഷ്യരോട് സംസാരിച്ചിട്ട്, അത് ജീവിതത്തിൽ കാണിച്ചിട്ട്, നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ താൻ അത് നിർവഹിച്ചു അല്ലെ? വലിയ ബേജാറിന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഹജ്ജത്തുൽ വദാഇൽ ചോദിക്കുന്നുണ്ടല്ലേ, അലാ ഹൽ ബല്ലഗ്തു, ഞാൻ എന്റെ ഉത്തരവാദിത്തം നിങ്ങളിൽ പൂർത്തീകരിച്ചില്ലേ? ഞാൻ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം ഞാൻ നിങ്ങളിൽ പൂർത്തീകരിച്ചില്ലേ? നിങ്ങൾക്ക് ഈ സന്ദേശം ഞാൻ എത്തിച്ചു തന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഖദ് ബല്ലഗ്ത യാ റസൂലല്ലാഹ്, പ്രവാചകരെ അങ്ങ് എത്തിച്ചു തന്നിരിക്കുന്നു. അപ്പൊ ആകാശത്തേക്ക് കൈയോർത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുവേ നീ സാക്ഷിയാണ്. നല്ല പേടിയുണ്ട്, നല്ല ബേജാറുണ്ട്. നാളെ റബ്ബിന്റെ മുമ്പിൽ ഈ വന്ന ആളുകളുടെ മുമ്പിൽ അല്ലാഹു നിർത്തിയിട്ട് വിചാരണ ചെയ്യുമ്പോൾ അതിലൊരാള് ഈ പ്രവാചകൻ അത് ചെയ്തില്ല, ഞങ്ങൾ അറിഞ്ഞില്ല, കേട്ടില്ലെന്നും പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ അത് പ്രവാചകത്വം, ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം അതിൽ വീഴ്ച വന്നു എന്നാണ്. അപ്പൊ ഇതാണ് സാക്ഷ്യം. നോക്കൂ, ഇതേ പ്രയോഗമാണ് മുസ്ലിങ്ങളെ കുറിച്ച് അല്ലാഹു തആല നടത്തി. ഒരിടത്തല്ല, ഖുർആനിൽ പലയിടത്തും. ലിയകുന റസൂൽ ഷഹീദൻ അലൈക്കും, പ്രവാചകൻ നിങ്ങൾക്ക് സാക്ഷിയാവാൻ, വതകൂനു ശുഹദാഅ അലന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാവാൻ. അപ്പൊ എന്തിനാ നിങ്ങൾ മധ്യമ സമൂഹമാക്കിയത്? നബി നിങ്ങൾക്ക് സാക്ഷിയായതുപോലെ നിങ്ങൾ ജനങ്ങൾക്കിടയിൽ സാക്ഷിയാവണം. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കണം ഇസ്ലാമിനെ കുറിച്ച്, ആദർശത്തെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച്, പ്രവാചകനെ കുറിച്ച്, പരലോകത്തെ കുറിച്ച്, ഇസ്ലാമിക ജീവിത വ്യവസ്ഥയെ കുറിച്ച്, ഇസ്ലാമിന്റെ നീതി സങ്കല്പത്തെ കുറിച്ച്, ഇസ്ലാമിന്റെ സാമൂഹ്യ വിപ്ലവത്തെ കുറിച്ച്, ഇസ്ലാം ഉണ്ടാക്കാൻ പോകുന്ന സാമൂഹ്യ മാറ്റങ്ങളെ സംബന്ധിച്ച്, ഇസ്ലാമിക മാർഗത്തിലും ഈ ദീനിന്റെ മാർഗത്തിലും, അല്ലെങ്കിൽ ഈ വിപ്ലവകരമായ ആദർശവും ആശയവും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ഒരു ജനത മുമ്പോട്ട് വന്നാൽ അവർക്കുണ്ടാകാവുന്ന ഐഹികമായ ക്ഷേമത്തെക്കുറിച്ചും പാരത്രികമായ മോക്ഷത്തെക്കുറിച്ചും നിങ്ങൾ സംസാരിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവരാവുക. ഒന്ന്. രണ്ടാമത്തെ സംഗതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം കൊണ്ട് സാക്ഷിയായി, കണ്ട്, പ്രവാചകനെ കണ്ട് അറിഞ്ഞ് അനുഭവിച്ച് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ ആളുകൾക്ക് സാധിച്ചു. പ്രവാചകനെ മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബത്തും അതുപോലെ തന്നെയായിരുന്നു. അവരും സത്യത്തിന്റെ സാക്ഷികളായത് എങ്ങനെ? സത്യത്തിന്റെ സാക്ഷികളായിട്ട് അവർ ജീവിച്ചത്
അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് കാണുന്ന വിധത്തിൽ. പലപ്പോഴും പലരും അവരുടെ ജീവിതത്തിൽ ആകൃഷ്ടരായിട്ട് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. അത്രമാത്രം മാതൃകാപരമായ ജീവിതം, അത്രമാത്രം മാന്യമായ ജീവിതം, അത്രമാത്രം സത്യസന്ധമായ ജീവിതം, അതാണ് അവർ നയിച്ചത്. അപ്പൊ അങ്ങനെ ഒരു ജീവിതം നമ്മൾ നയിക്കണം. എന്നിട്ട് നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ സാക്ഷികളാവണം. ഇത് പറയുമ്പോഴാണ് നമുക്ക് കുറച്ച് പ്രശ്നം, ഇത് പറയുമ്പോഴാണ് നമുക്ക് കുറച്ച് ബേജാറ്. നമ്മുടെ പ്രത്യേകത അതാണെങ്കിൽ, നമ്മുടെ സവിശേഷത അതാണെങ്കിൽ, നമുക്ക് നിർവഹിക്കാനുള്ള ദൗത്യം ഇതാണ്. ജനങ്ങളുടെ മുമ്പിൽ സാക്ഷിയായിട്ട് ജീവിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ സന്ദേശം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് സത്യത്തിന്റെ സാക്ഷികളായിട്ട് ജീവിക്കും. അപ്പൊ വാക്കുകൊണ്ടുള്ള സാക്ഷികൾ കുറച്ചൊക്കെ നടക്കും, പ്രസംഗം വെക്കും. ഒരു യോഗ ഇവിടുന്ന ഒരാളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഒരു മൈക്കും വെച്ചു കൊടുത്ത് അയാൾ പ്രസംഗിച്ചു. അപ്പോ ഒരു പ്രസംഗം നടക്കും, അല്ലെങ്കിൽ കുറച്ച് ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് സംസാരിക്കാം, അല്ലെങ്കിൽ ഒരു പുസ്തകം കൊണ്ടു കൊടുക്കാം, അല്ലെങ്കിൽ ലേഖനം കൊണ്ടു കൊടുക്കാം, അല്ലെങ്കിൽ ഒരു കാസറ്റ് അവർക്ക് ഒരു പ്രസംഗം കേൾപ്പിക്കുക, ഒരു കാസറ്റ് കൊടുക്കാം, ഒക്കെ ചെയ്യാം. അതൊക്കെ വേണ്ട കാര്യങ്ങളാണ്, അതൊക്കെ നമ്മൾ ചെയ്യേണ്ട പണിയാണ്. പക്ഷെ അതിനപ്പുറത്ത് ഞാൻ എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ കാണൂ, കണ്ടനുഭവിക്കൂ എന്ന് പറയാൻ ഖുർആൻ എന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അവിടെയുള്ള മനുഷ്യർ ശത്രുക്കളായ ആളുകൾ പറഞ്ഞതുപോലെ അല്ലെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുമ്പോൾ ഒരാള് തടഞ്ഞു നിർത്തിയിട്ട് എവിടെ പോകുന്നു എന്ന് ചോദിച്ചു. കേട്ടിട്ടുണ്ടാവുമല്ലോ, ഞാൻ പോവാണ്, ഇവിടുന്ന് വിട്ടു പോവാണെന്ന് പറഞ്ഞു. പോകാൻ പാടില്ല എന്നൊന്നും, നിങ്ങളൊന്നും പോരുത്, നിങ്ങളൊക്കെ ഈ നാടിന് ആവശ്യം, നിങ്ങളെപ്പോലുള്ള നല്ല മനുഷ്യർ ഇവിടെ വേണം. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വങ്ങൾ അദ്ദേഹം പറയാം. നിങ്ങൾ പാവങ്ങളെ സഹായിക്കുന്ന, കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്ന, ജനങ്ങളുടെ ദുരിതം കണ്ണീരൊക്കുന്ന, എപ്പോഴും മനുഷ്യർക്ക് വേണ്ടി ജീവിക്കുന്ന മനുഷ്യർക്ക് സേവനം ചെയ്തിട്ട് ഈ ഭൂമിയുടെ ഉപ്പായിട്ട്, നമ്മളുടെ പ്രയോഗമല്ലേ ഉപ്പായിട്ട് ജീവിക്കുക, അങ്ങനെ ഭൂമിയുടെ ഉപ്പായിട്ട് ജീവിക്കുന്ന നിങ്ങൾ പോകാൻ പാടില്ല. ആരാ നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾക്ക് ഞാൻ അഭയം തരും എന്നതാണ്. ഞാൻ അഭയം തരും എന്ന് പറഞ്ഞാൽ എന്റെ ഗോത്രം നിങ്ങൾക്ക് അഭയം തരും, നിങ്ങൾ ആരും ഉപദ്രവിക്കൂല, തിരിച്ചു പോവാ. ഭൂഗതന്നെ തിരിച്ചു പോയിട്ട് കുറച്ചാലും അവിടെ നിന്നു. പക്ഷെ ആ ആളുകള് പറഞ്ഞ് ശരിയാവില്ല, അബൂബക്കർ പ്രശ്നം ഉണ്ടാക്കും. എന്താ പ്രശ്നം? അബൂബക്കർ പരസ്യമായിട്ട് നിസ്കരിക്കും, അത് നമ്മുടെ കുട്ടികളൊക്കെ കാണും. പിന്നെ അബൂബക്കർ ഉറക്കെ ഖുർആൻ ഓതും, അത് നമ്മുടെ കുട്ടികൾ കേൾക്കും. അപ്പൊ ഖുർആൻ ഉറക്കം ഓതാനും പാടില്ല, പരസ്യമായിട്ട് നിസ്കരിക്കാനും പാടില്ല. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിന് അബൂബക്കർ വേണ്ടിയാണെങ്കിൽ ഒക്കെ നിൽക്കട്ടെ, നമ്മളൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. അബൂബക്കർ എന്ന് പറഞ്ഞു, ആ ജാതി വ്യവസ്ഥക്കൊന്നും എനിക്ക് പറ്റൂല, അതുകൊണ്ട് ഞാൻ പോകാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഹിജ്റ പോവാണ് അല്ലെ. ഏത് മദീനയിലേക്കുള്ള ഹിജ്റല്ല, അതിന് മുമ്പത്തെ മദീനയിലേക്ക് അല്ലാഹു റസൂലിന്റെ കൂടെ സ്വകാര്യമായിട്ട് പോയത്. അപ്പൊ നോക്കൂ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോകുന്ന ആള് തിരിച്ചു കൊണ്ടുവരുന്നു. എന്നിട്ട് പറയുന്നത്, നിങ്ങൾ ഈ നാടിന് ആവശ്യമാണ്, നിങ്ങളെപ്പോലുള്ളവർ ഇവിടെ ഉണ്ടാകണം, നിങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും നല്ല മനുഷ്യനും, നിങ്ങളെപ്പോലുള്ളവരാണ് ഇവിടുത്തെ നല്ല മനുഷ്യരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചും പറഞ്ഞിട്ടുള്ള ആ ചരിത്രം വെച്ചിട്ട് നമ്മളിലേക്ക് ഇങ്ങോട്ട് എത്തുമ്പോൾ നമ്മളിന്ന് ജീവിക്കുന്ന സമൂഹത്തിൽ നമ്മൾ എന്ത് സാക്ഷ്യമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? അത് വലിയ സങ്കടമുള്ള ഒരു കാര്യം. നമ്മളിന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന സാക്ഷ്യം എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തിന്റെ, ഇസ്ലാമിക സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ചിത്രം എന്ന് പറയുന്നത് അത്ര ശുഭകരമായ ചിത്രമല്ല, അത്ര സന്തോഷകരമായ ചിത്രമല്ല. നമ്മളിന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസ കഥാപാത്രങ്ങൾ, എന്ത് വൃത്തികേടും ചെയ്യാൻ മടിയില്ലാത്തൊരു സമൂഹം, എന്തും പറയാൻ മടിയില്ലാത്തൊരു സമൂഹം. ഞാൻ ഉദാഹരണത്തിന് വേണ്ടി ചില കാര്യങ്ങൾ പറയാം. മുസ്ലിങ്ങൾ പറയുന്ന തെറികൾ മറ്റുള്ളവർ പറയില്ല. ഈ പള്ളി എന്ന് പറയാൻ പറ്റും, മുസ്ലിങ്ങൾക്കായിട്ട് റിസർവ് ചെയ്തിട്ടുള്ള കുറെ തെറിവാക്കുകളുണ്ട് എന്നാണ്. അത് മുസ്ലിങ്ങളുടെ തെറി എന്നാണ്, മനസ്സിലായിട്ടുണ്ടോ? മുസ്ലിങ്ങൾ പറയുന്ന തെറികൾ മറ്റുള്ളവർ പറയില്ല. മുസ്ലിങ്ങൾ ചെയ്യുന്ന വൃത്തികേടുകൾ മറ്റുള്ളവർ ചെയ്യില്ല. ഇപ്പൊ നോക്കൂ, ലജ്ജിച്ച് തല താഴ്ത്തേണ്ടുന്ന സാഹചര്യമുണ്ട്. കേരള സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ
സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കപ്പെടുന്ന രണ്ട് വൃത്തികേടുകൾ, ആ രണ്ട് വൃത്തികേടുകളെയും വൃത്തികേടുകളെ പ്രതിനിധീകരിക്കുന്നത്, അല്ലെങ്കിൽ അത് രണ്ടും വന്നിട്ടുള്ളത് ഈ സമുദായത്തിൽ. ഒന്നെന്താണെന്നറിയോ? ഒരാണും ആണും തമ്മിൽ ദമ്പതികളായിട്ട് ജീവിക്കാം. ഗേ കപ്പിൾസ്. പേരൊന്നും ഞാൻ പറയാൻ, മീഡിയ ശ്രദ്ധിക്കുന്നവർക്കൊക്കെ അറിയാം. ഗേ കപ്പിൾസ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ രണ്ട് സാധനം, അത് രണ്ടും ഈ സമുദായത്തിൽ. പിന്നെ ഒരു പെണ്ണും രണ്ട് പെൺകുട്ടികൾ, അവര് ദമ്പതികളായിട്ട് ജീവിക്കാം. ലെസ്ബിയൻ കപ്പിൾസ്. എന്നിട്ട് അവരിപ്പോ ഒരു ചാനൽ നടത്തുന്ന ഒരു പരിപാടിയിലെ പ്രധാന കഥാപാത്രങ്ങളായി മാറിയിരിക്കാം. എന്നിട്ട് അത് സമൂഹത്തിന് ആഘോഷിച്ചുകൊണ്ടിരിക്കുക. അതും ഈ സമുദായത്തിന്റെ രണ്ട് മക്കളാണ്. പേരൊന്നും പറയണ്ട, പേരൊക്കെ വളരെ നല്ല പേരുകൾ. ആ വൃത്തികേടുകൾ നമ്മുടെ സമുദായം മൊത്തോ അല്ലാത്തവർ ഒരുപോലെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കണം. മനുഷ്യൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുക. മാന്യതയും സംസ്കാരമുള്ള ഒരു മനുഷ്യനെ കാണാനോ നോക്കിയിരിക്കാനോ പറ്റുന്ന പരിപാടികളല്ല ഈ ചാനലുകളിൽ ചെയ്യുന്ന ഈ ഇത്തരത്തിലുള്ള പരിപാടികൾ. ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ടില്ല. വൃത്തികെട്ട സംസ്കാരശൂന്യമായ അത്തരം പരിപാടികൾ തന്നെ ലോകത്ത് നടത്തുന്ന മുഴുവൻ ചാനലുകളും, പല ചാനലുകളുണ്ട്. കേരളത്തില് ഒരു ചാനൽ നടത്തുന്നുണ്ട്, വേറെ പലയിടത്തും പല ചാനലുകളും നടത്തുന്നുണ്ട്. ഇത് മുഴുവൻ സംസ്കാരശൂന്യമായ പരിപാടി. മാന്യതയുള്ള ഒരാൾക്ക് തുറന്നു നോക്കാൻ പറ്റുന്ന സംഗതിയല്ല. ലോകത്തുടനീളമുണ്ട്. അപ്പൊ അവിടെ ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലെസ്ബിയൻ കപ്പിൾസ് ആരുതാന്നറിയും? നമ്മുടെ സമുദായത്തിന്റെ കേട്ടാൽ അറക്കുന്ന തോന്നിയാസങ്ങൾ, വൃത്തികേടുകൾ ചെയ്യാൻ നമുക്ക് വേണ്ടിയില്ല. മദ്യം, മയക്കുമരുന്ന്, കുറ്റകൃത്യങ്ങൾ, കുറെ പെരുപ്പിച്ച് പറയണം. നമുക്ക് പറയാം, നമുക്ക് പള്ളിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് പറയാലോ. ആ പെരുപ്പിച്ച് പറയുന്നത് കുറച്ചുണ്ട്. പക്ഷെ പെരുപ്പിച്ച് പറയുന്നതിനപ്പുറത്ത് കുറച്ച് യാഥാർത്ഥ്യങ്ങൾ. ആ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്നറിയോ? കള്ളുകുടി. എവിടെ നിന്ന് നമ്മൾ പോകുന്നതെന്ന് നോക്കണ്ടേ? എവിടുന്നാണ് ഈ ഉമ്മത്ത് വന്നതെന്ന് നോക്കണ്ടേ? നമ്മൾ എവിടെ നിന്ന് വന്നോ? ഏത് ജാഹിലിയത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടോ? ഏത് ജാഹിലിയത്തിൽ നിന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ രക്ഷപ്പെടുത്തിയോ? ആ ജാഹിലിയത്തിലേക്കും ജാഹിലിയത്തുകളിലേക്കും വീണ്ടും ഈ സമുദായം മുതലക്കൂപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെക്കുറിച്ച് പറഞ്ഞു സൂറത്തുൽ ജുമുഅ. വല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും, നിരക്ഷരരായ ആളുകളിൽ നിന്ന് അവരിലേക്ക് ഒരു പ്രവാചകനെ നിയോഗിച്ചവനാണ് അല്ലാഹ്. യത്ലൂ അലൈഹിം ആയാതിഹി, ആ പ്രവാചകൻ അവന്റെ ദൃഷ്ടാന്തങ്ങൾ, അല്ലാഹുവിന്റെ ആയത്തുകൾ അവർക്ക് ഓതി കൊടുക്കുന്നു. വയുസക്കീഹിം, എന്നിട്ട് അവരെ സംസ്കരിക്കുന്നു. വയുഅല്ലിമുഹുൽ കിതാബ്, അവർക്ക് കിതാബ് പഠിപ്പിക്കുന്നു, ഹിക്മത്ത് പഠിപ്പിക്കുന്നു. ഓരോ കാലത്തും ജീവിച്ച് മുന്നോട്ട് പോകാൻ ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്, ഔചിത്യബോധം എന്താണെന്ന് അവരെ പഠിപ്പിക്കുന്നു. അതിനു മുമ്പ് അവർ വ്യക്തമായ വഴികേടിലായിരുന്നു, വ്യക്തമായ വഴികേടിൽ ജീവിച്ചു. ആ വഴികേട് എന്തായിരുന്നു എന്നറിയും? വഴിയറിയാതെ ജീവിച്ച മനുഷ്യ സമൂഹത്തിൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന എല്ലാ വൃത്തികേടുകളും അവിടെ ഉണ്ടായിരുന്നു. മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പ്രവാചകനായിട്ട് വരുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? മദ്യമായിരുന്നു. മദ്യത്തിൽ മുഴുകി കുളിച്ച് ജീവിക്കുന്ന ഒരു ജനത. മദ്യമില്ലാത്ത ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ പണ്ടേ പ്രസംഗത്തിലൊക്കെ കേൾക്കൂലേ, കവി പാടിയിട്ടുണ്ടെന്ന്, ഞാൻ മരിച്ചാൽ എന്നെ മുന്തിരി വള്ളിയുടെ കീഴ് കബറ് വെട്ടിയിട്ട് മറുപടി ചെയ്യണം. എന്നുവെച്ചാൽ മുള്ളി മരിച്ചിട്ട് കബറിലേക്ക് ആ മുന്തിരി വള്ളിയുടെ നീര് മുന്തിരി മാറ്റിയിട്ട് മദ്യം ഉണ്ടാക്കും അവര്. അതുകൊണ്ട് മുന്തിരി വള്ളിയുടെ നീരെന്റെ കബറിലേക്ക് വന്നിട്ട് അതിൽ നിന്ന് എനിക്ക് കള്ള് കിട്ടുമല്ലോ, മദ്യം കിട്ടുമല്ലോ എന്ന് കവി പാടിയ കവികൾ അറേബ്യയിൽ ഉണ്ടായിരുന്നു. അത്രമാത്രം മദ്യത്തോട് ആസക്തിയുള്ള, മദ്യപിക്കാത്ത ഒരു മനുഷ്യനുമില്ലാത്ത, മദ്യത്തിൽ മുഴുകി ജീവിക്കാം, കുളിച്ച് ജീവിക്കുന്നവർ, അവരെ അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയാണ് ഉയർത്തിക്കൊണ്ടുവന്നത്? അങ്ങനെയാണ് അവരെ സംസ്കരിച്ചത് അല്ലേ?
യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. മദ്യവിശ്വാസികളെ, മദ്യം, ചൂതാട്ടം, പ്രശ്നം വെക്കൽ, ജാതകം നോക്കൽ, പ്രശ്നം വെക്കൽ, മന്ത്രവാദം പരിപാടി, അതുപോലെ തന്നെ പ്രതിഷ്ഠകളും നാട്ടുകളും കുറികളും, ഈ പറഞ്ഞതൊക്കെ റിജ്സും മിൻ അമലി ശൈത്വാൻ, ഇത് പിശാചിന്റെ ദുർവൃത്തികളിൽപ്പെട്ടതാണ്, മ്ലേച്ഛമായ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ്. ഫജ്തനിബൂഹു, അതുപേക്ഷിക്കുകയും ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കും. ഇതിൽ പറഞ്ഞ ഈ 4 കാര്യങ്ങളില്ലേ, ആ 4 കാര്യങ്ങളെ കുറിച്ച് മാത്രം നമ്മളൊന്നും എടുത്തിട്ട് ഒന്ന് പരിശോധിച്ചു. ഉപേക്ഷിക്കുകയും എന്ന് പറഞ്ഞപ്പോ എന്താ ചെയ്തതെന്നറിയോ? കള്ള് കുടിച്ചു മത്തായി ഉറങ്ങിയ മനുഷ്യൻ, ജീവിച്ച മനുഷ്യൻ അവസാനം അത് ഉപേക്ഷിച്ചു എന്ന് മാത്രമല്ല, അവർ മദ്യത്തിന്റെ ശത്രുക്കളായിട്ട് മാറി. നിങ്ങൾ വിരമിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോ ഞങ്ങൾ വിരമിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു. എന്നിട്ട് അവർ വീടകങ്ങളിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന മദ്യത്തിന്റെ പീപ്പുകൾ കൊണ്ട് തെരുവിലേക്ക് ഒഴുക്കി. മദ്യം ചാലായിട്ട് ഒഴുകിയ മദീനയുടെ തെരുവിൽ മദ്യം സൂക്ഷിച്ചു വെച്ച പാത്രങ്ങൾ വരെ തല്ലിയുടച്ചു. മദ്യത്തോടുള്ള വിരോധവും ശത്രുതയും. പിന്നെ അവസാനം മദ്യപിച്ചിട്ടുണ്ടോ ആളുകൾ എന്ന് പോയിട്ട് മണത്തു നോക്കി. ആളുകൾ മദ്യപിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച ഊതിപ്പിക്കുന്നു. ഇവിടെ അവിടെ മണത്തു നോക്കുക, മദ്യപിച്ചിട്ടുണ്ടോ എന്ന് അറിയാം. അങ്ങനെ ചില പരാതികളൊക്കെ വന്നു. ചില ആളുകൾ മനുഷ്യന്മാരെ കാണുമ്പോൾ വന്നിട്ട് മണത്തു നോക്കുന്നു. വെറുതെ പറഞ്ഞു, അങ്ങനെ മണം പിടിച്ചു നടക്കാനൊന്നും നമുക്ക് ബാധ്യതയില്ല, ഒന്നും വേണ്ട. അപ്പൊ മദ്യത്തിൽ മുങ്ങിയ മനുഷ്യർ മദ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് അവസാനം മദ്യം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സാഹചര്യം അല്ലെ. അന്ന് ഉണ്ടായ അശത്രുതയാണ് മദ്യത്തോട് നമുക്ക്. 14 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഇന്നും മദ്യത്തിന്റെ രുചി എന്തെന്നറിയാത്ത മനുഷ്യർ ജീവിക്കുന്നുണ്ട്. അതിന്റെ എഫക്റ്റ് ഈ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും എന്ന് തന്നെ ഞാൻ പറയട്ടെ. മദ്യത്തിന് പുളിപ്പാണോ കയ്പാണോ എന്ന് അറിയാത്തവരാണ്, തൊട്ടിട്ടില്ലാത്തവർ. എന്നോടൊരാൾ ചോദിച്ചു, ഞാൻ ഗൾഫിൽ ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു സഹപ്രവർത്തകൻ സുഹൃത്ത് എന്നോട് ചോദിച്ചു, അല്ല സക്കീർ സാഹിബ്, ഞാൻ സംശയം ചോദിച്ചോട്ടെ, നമുക്ക് കള്ള് മദ്യത്തിന്റെ ഒരു തുള്ളി എടുത്തിട്ട് നാവിൽ വെക്കാൻ പറ്റുമോ? എന്തിനാ നാവിൽ വെക്കുന്നത്? അല്ല, അത് പുളിപ്പാണോ കയ്പാണോ അതിന്റെ രുചി എന്താണെന്ന് അറിയാം. അത് എവിടുന്നാ പറഞ്ഞിട്ട് നാവിൽ വെക്കാൻ കിട്ടും? അല്ല, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ അപ്പുറത്തുള്ളവനും കുടിക്കും ഇപ്പുറത്തുള്ളവനും കുടിക്കും, നമുക്ക് കിട്ടുമല്ലോ. ഇല്ലെങ്കിൽ അവരോടൊരു തുള്ളി കൈ വെട്ടിച്ചിട്ട് നോക്കുന്നു, നാവിച്ച് നോക്കാലോ, നാവിൽ വെച്ച് നോക്കാലോ. ഞാൻ പറഞ്ഞ ആ രുചി നമുക്ക് അറിയണ്ട ദുനിയാവിൽ. ഞാൻ തമാശ പറഞ്ഞതാണ്, പടച്ചോനെ പോയിടിച്ചു, അയാളെ പിടിച്ചു. മദ്യത്തിന്റെ രുചി എന്തെന്നറിയാത്ത കോടിക്കണക്കിന് മനുഷ്യർ ഇന്ന് ലോകത്ത് ജീവിക്കുന്നുണ്ട്. ഒരു സത്യം അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ. പക്ഷെ ഈ സമുദായം ഇന്ന് ഈ സമുദായം സമ്പൂർണമായി മദ്യത്തിൽ നിന്നും ലഹരിയിൽ നിന്നും മുക്തമായ ഒരു സമൂഹമാണ്, ഒരു ജനതയാണ് എന്ന് പറയാൻ നമുക്ക് പറ്റുമോ? കണ്ടമാന മദ്യപാനികൾ, രഹസ്യമായിട്ട് കുടിക്കുന്നവർ, പരസ്യമായിട്ട് പണ്ടൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ജംഗ്ഷനിൽ വരും. മുമ്പൊക്കെ അങ്ങനെ 1-2 ആള് കുടിച്ചു, ആ 2-4 ആളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവര് കുടിച്ചിട്ട് നേരെ നടിയിൽ വന്നിട്ട് ജംഗ്ഷനിൽ വന്നിട്ട് നാടകം ഉണ്ടാക്കും. ഇന്ന് അങ്ങനെയല്ല, ജംഗ്ഷനിൽ കുടിച്ചാടി വരുന്ന ആളുകൾ കുറവാ. പക്ഷേ ഇപ്പറഞ്ഞ മദ്യത്തിന്റെ അടിമകളായിട്ടുള്ള അല്ലെങ്കിൽ മദ്യസേവ നടത്തിക്കൊണ്ടിരിക്കുന്ന, കല്യാണ തലേന്നും പാർട്ടികളിലും പരിപാടികളിലും മദ്യം എന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായിട്ട് മാറുന്ന, പ്രത്യേകിച്ചും യുവതലമുറയെ അതിന് അഡിക്റ്റ് ആയിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. മദ്യം അങ്ങനെ ഒരു ഭാഗത്ത്, കഞ്ചാവും മയക്കുമരുന്നുകളും വേറെ ഭാഗത്ത്. അപ്പൊ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു ജാഹിലിയത്തിൽ നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമത്തിന് വേണ്ടി നമ്മളെ കൈപിടിച്ചുയർത്തിയത്, രക്ഷപ്പെടുത്തിയെടുത്തത്, അതേ ജാഹിലിയത്തിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഇനി നോക്കൂ, ആ ആയത്തിൽ പറഞ്ഞ 2ാമത്തെ കാര്യം എന്ന് പറയാം മൈസർ, ചൂതാട്ടം. ഞാൻ വിശ്വസിക്കുന്നു ഇപ്പൊ ഈ പള്ളിയിലിരിക്കുന്ന ആരുടെ പോക്കറ്റിലും ലോട്ടറി ടിക്കറ്റ് ഇല്ല എന്ന്. എന്നാൽ ലോട്ടറി എടുക്കാത്ത, ചൂതാട്ടത്തിൽ കൂട്ടുനിൽക്കാത്ത, അതിൽ പങ്കുവഹിക്കാത്തവരാണ് ഈ ഉമ്മത്ത് എന്ന് പറയാൻ നമുക്ക് പറ്റും. എന്തൊക്കെ ചൂതാട്ടങ്ങളുണ്ടെന്ന് അറിയും.
പലതരത്തിലുള്ള ചൂതാട്ടങ്ങളുടെ ഓൺലൈൻ ഗെയിമുകൾ എന്ന് പറഞ്ഞിട്ട് വേറെ പല ചൂതാട്ടങ്ങൾ. കുട്ടികൾ ആത്മഹത്യ ചെയ്യുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഓൺലൈൻ ഗെയിമിൽ പെട്ടിട്ട് ചൂത് കളിച്ചിട്ട് പണമൊക്കെ പോയി, ലക്ഷങ്ങൾ കടം വന്നിട്ട് അവസാനം ആത്മഹത്യ ചെയ്ത് ചെറുപ്പക്കാരെ കുറിച്ച് വരിക. ചെറുപ്പക്കാരും വലിയവരും ഒക്കെ ലോട്ടറിയുടെയും ചൂതാട്ടത്തിന്റെയും പിടിയില്ല. അതിൽ നന്മയില്ല, അത് പിശാചിന്റെ പ്രവർത്തനമാണ്. ഒരിക്കലും ചൂത് കളിച്ച് രക്ഷപ്പെട്ടിട്ടില്ലെന്ന് വിശുദ്ധ ഖുർആൻ മുന്നറിയിപ്പ് നൽകിയപ്പോ അന്നതിൽ നിന്ന് സമുദായം രക്ഷപ്പെട്ടെങ്കിൽ ഇന്ന് അതിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു പോകാം. പിന്നെയുള്ള അന്ധവിശ്വാസങ്ങൾ, നാട്ടയും കുഴിയും പ്രശ്നം വെക്കലും മന്ത്രവാദവും ജ്യോത്സ്യവും, ഇതിലൊക്കെയും സമുദായം നിന്ന് പോയിക്കൊണ്ടിരിക്കാം. ഞാനിങ്ങനെ വരുന്ന വഴിക്ക് ഒരു ക്ഷേത്രമുണ്ട്. ഞങ്ങൾ അവിടുന്ന് വരുമ്പോ, ശാന്തപുരത്ത് നിന്ന് ഇങ്ങനെ വരുമ്പോ, മുമ്പ് കാലത്ത് അവിടെ അങ്ങനെ എടുത്തു പൊടിഞ്ഞു നടന്നൊരു ക്ഷേത്രം. ഇപ്പൊ അതിങ്ങനെ ഉഷാറാക്കിയിട്ട് വലിയ കുട്ടിമാരൊക്കെ വെച്ച് ചുറ്റുമുതലൊക്കെ കെട്ടിയ എല്ലാ പണികളും നവീകരിച്ച് നിർത്തിയിരിക്കാം. അപ്പൊ എന്നോട് ഒരാള് പറഞ്ഞു, ഇത് ആരാ ചെയ്തതെന്ന് നിങ്ങൾക്കറിയോ? ഒരു മുസ്ലിം ചെയ്തു കൊടുത്തതാ. ഒരു മുസ്ലിം അയാൾ ചെയ്തു കൊടുത്തതാ. അയാൾക്ക് എന്തൊക്കെയോ പ്രശ്നം വന്നപ്പോ അയാള് ജ്യോത്സ്യന്റെ അടുത്ത് പോയി. ജ്യോത്സ്യൻ അയാളോട് പറഞ്ഞു, നിങ്ങളുടെ പ്രശ്നം തീർന്ന് നിങ്ങൾ ശരിയായിട്ട് വരണമെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു പ്രതിവിധി പറഞ്ഞുതരാം. നിങ്ങൾ എന്നടുത്തൊരു ക്ഷേത്രമുണ്ട്, അതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനം നിങ്ങൾ ചെയ്തു കൊടുക്കുക. അത് ഞാൻ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് പുനരുദ്ധാരണം ചെയ്തു കൊടുത്താൽ ആ ക്ഷേത്രത്തിൽ ഒരു അയാളുടെ പേര് ചേർത്തിട്ട് ആ തമാശക്കാളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിട്ടുള്ള, അതരുതെന്ന് പറഞ്ഞിട്ടുള്ള, പൈശാചിക വൃത്തിയിൽപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ടുള്ള ഇത്തരത്തിലുള്ള സംഗതികളിലേക്ക് ഈ സമുദായം എന്ന് പോയിക്കൊണ്ടിരിക്കുക, അവിടങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ മദ്യം, ചൂതാട്ടം, ഈ പറഞ്ഞതുപോലുള്ള അന്ധവിശ്വാസം, അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ഈ സമൂഹത്തിൽ, സമുദായത്തിൽ പ്രചരിപ്പിച്ച് പഠിപ്പിച്ച് യഥാർത്ഥ തൗഹീദിലൂടെ സഞ്ചരിപ്പിക്കേണ്ടെന്ന കൈപിടിച്ച് നടത്തേണ്ടുന്ന മനുഷ്യരെ ശിർക്കിലേക്കും കുഫറിലേക്കും അനാചാരങ്ങളിലേക്കും ദുരാചാരങ്ങളിലേക്കും വഴി നടത്താൻ തൽപര കക്ഷികളായ നേതാക്കളും പണ്ഡിത വേഷധാരികളും വരെ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സമുദായത്തിൽ. പലജാതി ഗ്രൂപ്പുകൾ, എവിടുന്നാണ് ഇതൊക്കെ വന്നുപെടുന്നത് നമ്മൾ മനസ്സിലാവില്ല. ഇന്നലെ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് കണ്ടു, അതൊരു പ്രത്യേക ഗ്രൂപ്പ് അത്രേ. ഞാൻ ആ ഗ്രൂപ്പിനെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? വട്ടിയൂർ സൂഫീസ് എന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിന്റെ ഒരു പരിപാടി, ആ ഗ്രൂപ്പിന്റെ പരിപാടിയിൽ പ്രധാനമായിട്ടും പ്രാർത്ഥിക്കുന്നത് മോഡിക്ക് വേണ്ടി, നരേന്ദ്രമോദിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. അങ്ങ് ഡൽഹിയിൽ നിന്ന് മോഡിയുടെ ആളുകളുടെ സമ്മേളനത്തിൽ വന്നിരിക്കാം, എന്നിട്ട് മോഡിയുടെ കരങ്ങൾക്ക് ശക്തികൾക്ക് എന്ന് പ്രാർത്ഥിക്കും. അതങ്ങനെ ഒരു ഗ്രൂപ്പ്. വേറെ നമുക്കറിയാവുന്നതുപോലെ പ്രസിദ്ധമായിട്ടുള്ള സംഗതി ഉണ്ടല്ലോ, അള്ളാഹുവിന്റെ റസൂലിനെ വരെ കച്ചവടത്തിൽ വെച്ചിട്ടുള്ള, റസൂലിന്റെ പേരിൽ വരെ കച്ചവടവും ബിസിനസ്സും ആരംഭിച്ചിട്ടുള്ള, ജനങ്ങളെ പറ്റിച്ച് തട്ടിപ്പാക്കിയിട്ട് അവരുടെ പോക്കറ്റ് കിടക്കുന്ന പണം തട്ടിയെടുക്കാനുള്ള കുറുക്കു വഴികളും കുതന്ത്രങ്ങളും അണിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഞാൻ പറയണ്ടല്ലോ, നമുക്കൊക്കെ അറിയാം. അപ്പൊ എവിടെ നിന്നാണ്, ഏതൊക്കെ അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, ഏതൊക്കെ അനാചാരങ്ങളിൽ നിന്ന്, ഏതൊക്കെ ദുരാചാരങ്ങളിൽ നിന്നാണ് ഈ സമുദായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രവാചകൻ കിതാബും ഹിക്മത്തും പഠിപ്പിച്ചവരെ പഠിപ്പിച്ച് സംസ്കരിച്ച് ശുദ്ധീകരിച്ച് എടുത്തിട്ട് എടുത്തത് അതിലേക്കൊക്കെയും സമൂഹം ഇന്ന് തിരിച്ചുപോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി വേറെ ഒരുപാട് മേഖലകളിലേക്ക് നോക്കി, പലിശ സമ്പ്രദായം എന്ന് പറയുന്നത് വൃത്തികെട്ട പരിപാടിയാണ്. പലിശ എന്ന് പറയുന്നത് പലിശയിൽ നിന്ന് ഏറ്റവും ചെറുതുപോലും കൊടിയ ഹറാമാണ്. ഖുർആനിൽ ഏറ്റവും ഗൗരവത്തിൽ പറഞ്ഞിട്ടുള്ള തിന്മ പലിശയാണ്. അള്ളാഹുവും പ്രവാചകനും യുദ്ധം പ്രഖ്യാപിച്ചവർ എന്ന് പറഞ്ഞത്, അള്ളാഹുവിനോടും പ്രവാചകനോടും യുദ്ധം പ്രഖ്യാപിച്ചവർ എന്ന് പറഞ്ഞത് പലിശക്കാരെ കുറിച്ചാണ്. ഈ പലിശ ഇടപാടിനെ കുറിച്ച് നമുക്ക് വലിയ ഗൗരവമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പലിശ തിന്നുന്നവനെ, തീറ്റുന്നവനെ, അതിന്റെ കണക്കെഴുതുന്നവനെ, അതിന് സാക്ഷി നിൽക്കുന്നവനെ ഒക്കെയും ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഹദീസ് നമ്മൾ കേട്ടിട്ടില്ലേ? പലിശയോട് നമുക്ക് എന്താ? ബാങ്കിൽ എത്ര എളുപ്പത്തിൽ നമ്മൾ ബാങ്കിലേക്ക് കൂടും. ഒരു അത്യാവശ്യത്തിന് മനുഷ്യൻ കുടുങ്ങിയിട്ട് പന്നിമാംസം മരിക്കാൻ പോണ സമയത്ത്
ജീവൻ നിലനിർത്താൻ വേണ്ടി പന്നിമാംസം തിന്നുന്നത് പോലെ ഒരവസ്ഥയിൽ ഒരാൾ കുടുങ്ങിയിട്ട് ബാങ്കിലേക്ക് പോയിട്ട് പണം എടുത്തിട്ട് പലിശ കൊടുക്കുന്നത് പോലെ അല്ല. വളരെ ദിലാധിപത്തോടുകൂടി ബാങ്കുകളിലേക്ക് ഓടുക, എന്നിട്ട് പണം പലിശക്ക് എടുക്കണം, എന്നിട്ട് പലിശയും പിന്നെ പലിശയും ഗോൾഡ് പലിശയും ഇരട്ടി പലിശയൊക്കെ ആയിട്ട് കൂടിയിട്ട് അവസാനം നട്ടം തിരിയാം. പല ആളുകൾക്കൊന്നും പറ്റുന്നില്ല. വീട് മോഡിഫൈ ചെയ്യാൻ വേണ്ടി, വാഹനം പുതുക്കാൻ വേണ്ടിയിട്ട്, ധൂർത്തടിക്കാൻ വേണ്ടിയിട്ട്, കല്യാണം ഒരാവശ്യമില്ലാതെ അനാവശ്യമായിട്ട് ആഘോഷമായിട്ട് ധൂർത്തായിട്ട് നടത്താൻ വേണ്ടിയിട്ട് പലിശ എടുക്കുകയാണ്. അത് ബാങ്കുകളിൽ നിന്ന് എടുക്കുകയാണ്. പിന്നെ കൊള്ള പലിശക്കും വട്ടി പലിശക്കും കൊടുക്കുകയാണ്, ഇരട്ടി പലിശ. ഈ പലിശയോട് നമുക്ക് ഒരു തരത്തിലുള്ള അറപ്പും വെറുപ്പും നമുക്കില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട എന്തിനേയും അല്ലാഹു തആല ശപിച്ചിരിക്കുന്നു. മാത്രമല്ല, നമ്മുടെ കൂട്ടത്തിൽ പലരും പലിശ കച്ചവടക്കാരാണ്. പലിശക്ക് ഒന്നുകിൽ ബാങ്കിൽ പൈസ ഇട്ടിട്ട് എന്റെ പലിശ വാങ്ങുന്നവരാണ്, അല്ലെങ്കിൽ അതുപോലുള്ള പല സംഗതികളിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിച്ച് പലിശ തിന്നുന്നവരാണ്. പലിശ തിന്നുന്നവന് തീറ്റുന്നവൻ. അള്ളാഹുവും അവന്റെ പ്രവാചകനോടും യുദ്ധം പ്രഖ്യാപിക്കാൻ ഒരുങ്ങിക്കൊള്ളുക, യുദ്ധത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറായിക്കൊള്ളുക എന്നാണ് പലിശ ഉപേക്ഷിക്കാത്തവരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ. الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس. പലിശ തിന്നുന്നവൻ പിശാച് ബാധയേറ്റവനെ പോലെയായിരിക്കുന്ന ഭ്രാന്തായിരിക്കും അവന്. കാരണം എന്താ? പലിശ വാങ്ങി തിന്ന, വട്ടിക്ക് കൊടുത്തിട്ട് തിന്ന, പലിശക്ക് കൊടുത്തിട്ട് തിന്ന, പലിശക്ക് പണം കൊടുത്തിട്ട് ആ ലാഭം മേടിച്ചിട്ട് തിന്നാണ്. എന്നിട്ട് പറയാണ് ഇത് കച്ചവടം തന്നെയല്ലേ? കച്ചവടം തന്നാലും അതന്നെ. കച്ചവടവും പലിശയും ഒരുപോലെ അല്ലേ എന്ന് ചോദിച്ചിട്ട് പലിശയെ ന്യായീകരിച്ചുകൊണ്ട് പലിശ തിന്നുന്നവൻ അവന് പിശാചുബാധയേറ്റവനെ പോലെയല്ലാതെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റൂല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അപ്പൊ നമ്മളൊക്കെ എത്ര ലാഘവത്തോടു കൂടിയാണ് ഈ പലിശയെ നമ്മൾ കാണുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരവസ്ഥയിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വിശുദ്ധ ഖുർആൻ നമ്മളെ രക്ഷപ്പെടുത്തിയെടുത്തോ, ഏതൊരു ജാഹിലിയത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തിയോ ആ ജാഹിലിയത്തിലേക്ക് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നൽകുന്ന സാക്ഷ്യം, നമ്മളെ കണ്ടിട്ട് എന്ത് ദീനാണ് പഠിക്കുക, ഈ ഉമ്മത്തിനെ കണ്ടിട്ട് എന്ത് ദീനാണ് പഠിക്കുക, ഈ സമുദായത്തെ കണ്ടിട്ട് എന്ത് ദീനിനെ കുറിച്ചാണ് അവർ മനസ്സിലാക്കുക, സമുദായത്തിന്റെ ജീവിതം കണ്ടിട്ട് എന്ത് ആദർശത്തെ കുറിച്ചാണ് അവർ മനസ്സിലാക്കുക. എന്ത് തോന്നിയാസവും ചെയ്യാൻ മടിയില്ലാത്തൊരു സമുദായം. വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, ഈ കല്യാണങ്ങൾ കണ്ടിട്ടുണ്ടോ? വിവാഹങ്ങൾ എത്ര പവിത്രമായും മാന്യമായും നടക്കേണ്ടുന്ന കർമ്മമാണ് വിവാഹം. പവിത്രമായും മാന്യമായും നടക്കേണ്ടുന്ന വിവാഹം എന്ന ആ പ്രക്രിയയിൽ ഇന്ന് മുസ്ലിം സമുദായം കാണിച്ചുകൊണ്ടിരിക്കുന്ന തോന്നിയാസങ്ങളും കോപ്രായങ്ങളും മറ്റൊരാളും ഒരു സമുദായവും കാണിക്കില്ല. നമ്മുടെ കല്യാണം എന്ന് പറഞ്ഞാല് അതൊരു കൂത്താട്ടം. പല ഭാഗത്തും ഈ ഭാഗത്തെ അവസ്ഥയെ കുറിച്ച് എനിക്ക് അറിയില്ല കൂടുതലായിട്ട്. ഞാനിവിടെ ഒരു കല്യാണത്തിന് ഞാൻ വന്നിരുന്നു 2 മാസം മുമ്പ്. പല ഭാഗങ്ങളിൽ ചെന്ന് നോക്കിയാല് കല്യാണം എന്ന് പറഞ്ഞാൽ 2-3 ദിവസം കല്യാണത്തിന്റെ പേരിൽ കുടിച്ചു കൂത്താണ്. ഒരു കല്യാണത്തിന് ഭയങ്കര അടിയുണ്ടായി. എന്താ അടിയുണ്ടായെന്ന് വെച്ചാൽ, കള്ളു കുടിക്കാനുള്ള പൈസ പുയ്യാപ്പള കൊടുക്കണം, വരൻ കൊടുക്കണത്രേ. അത് കൊടുത്തില്ല. തലേ ദിവസം കല്യാണത്തിന്റെ പേരിൽ, കല്യാണം എന്ന പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൂത്താട്ടങ്ങളെ സംബന്ധിച്ചു കുടിച്ചു കൂത്താണ്. പിന്നെ ദൂർത്ത് വേറൊരു ഭാഗത്തുണ്ട്. അതായത് കടമാന ഭക്ഷണം, ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ദിവസങ്ങൾ നീണ്ടുന്ന ആഘോഷം. അതിന്റെയൊക്കെ പുറമെ പിന്നെ നടന്നുകൊണ്ടിരിക്കുന്ന വേറെ ചില വൃത്തികേടുകളുണ്ട്. അതെന്താണെന്നറിയോ? അത് കല്യാണ വീടുകളിൽ കയറിയിട്ട് കാണിക്കുന്ന അക്രമങ്ങൾ, പുയ്യാപ്പിളനോട് കാണിക്കുന്ന, പുയ്യാപ്പിളയുടെ വീട്ടിൽ കയറി കാണിക്കുന്ന പുയ്യാപ്പിള പോക്ക് വരവ്, ഇതൊക്കെ കണ്ടിട്ടില്ലേ? ഒരുപാട് വീഡിയോകളും കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, പുതിയ പുയ്യാപ്പിളയും നമ്മൾ പറയില്ലേ, വരനും വധുവും ഒക്കെ സ്റ്റേജിൽ നിന്നുകൊണ്ട് പിന്നെ കാട്ടിക്കൂട്ടുന്ന വേറെ കുറെ പരിപാടികൾ. എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മാന്യതയില്ലാത്ത, സംസ്കാര ശൂന്യമായ പരിപാടികൾ.
ഭരണം വധുവും തമ്മിൽ കെട്ടിപ്പിടിക്കുക, ഉമ്മ വെക്കുക, പിന്നെ അതുപോലുള്ള മറ്റു ഇതൊക്കെ കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനൊക്കെ തന്നെ കല്യാണം നടത്തി കൊടുക്കുന്നത്. പക്ഷെ അതിനൊക്കെ ഒരു മാന്യത വേണ്ടേ? അത്തരത്തിലുള്ള ഇതൊന്നും മറ്റു സമൂഹങ്ങളിൽ ഇല്ലെന്നതാണ് സത്യം. ഇസ്ലാമിക സമൂഹത്തിന്റെ കല്യാണങ്ങളും ഇസ്ലാമിക സമൂഹത്തിന്റെ ആഘോഷങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ സകലമാന അതിരുകളും ലംഘിച്ച് പരിധികളും വിട്ട് ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് എത്തിനിൽക്കാം. അപ്പൊ ഇങ്ങനെ പറഞ്ഞു പോയാൽ ഒരുപാട് പറയും. ഞാൻ അങ്ങനെ നിർത്തിപ്പരത്തി ഇനി പറയില്ല. പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതി എന്താ വെച്ച് കഴിഞ്ഞാല് അവിടുന്നാണ് നമ്മൾ വന്നത്. നിങ്ങൾ മനുഷ്യർക്ക് സാക്ഷികളായിട്ട് ജീവിക്കണം. വാക്കുകൊണ്ട് സാക്ഷിയാവണം. നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കണം. പക്ഷെ നിങ്ങളുടെ സംസാരം മാത്രം പോരാ, നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ സത്യത്തിന്റെ സാക്ഷികളാവണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞത്. അതിനുവേണ്ടിയാണ് നിങ്ങളെ ഖൈറു ഉമ്മത്താക്കിയത്. അതിനുവേണ്ടിയാണ് നിങ്ങൾ ഉത്തമ സമൂഹമായത്. അതിനുവേണ്ടിയാണ് നിങ്ങളെ മധ്യമ സമൂഹം എന്ന് പറഞ്ഞത്. അതിനുവേണ്ടിയാണ് നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനത എന്ന് പറഞ്ഞത്. പക്ഷേ നമ്മുടെ ജീവിതം കണ്ടിട്ട് ഇസ്ലാമിക സമൂഹത്തിന്റെ ജീവിതം കണ്ടിട്ട് ഇന്ന് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ, മുസ്ലിങ്ങളെ കണ്ടിട്ട് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ നിന്നാൽ ഇന്ന് ഇസ്ലാമിനെ കുറിച്ച് എന്ത് ധാരണയാണ് മനുഷ്യർക്ക് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കണം. പണ്ട് ബെർണാഡ് ഷാ പറഞ്ഞതായിട്ട് ഒരു വാചകം പറഞ്ഞു കേൾക്കാറുണ്ട്. അതായത് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ ഒരാൾ മുസ്ലിങ്ങളെ കാണാതെ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അയാൾ ഇസ്ലാമിലേക്ക് ആകർഷണനാകും. എന്നാൽ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ വേണ്ടി ഒരാൾ മുസ്ലിങ്ങളെ കണ്ടാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് ഒളിക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് പറഞ്ഞു. കാരണം മുസ്ലിങ്ങളുടെ ജീവിതം കൊണ്ട്, കർമ്മം കൊണ്ട് അവര് സാക്ഷ്യം വഹിക്കുന്നത് ഇസ്ലാമിനല്ല, ജാഹിലിയ്യത്തിനാണ് എന്ന ഒരു ദുരവസ്ഥ ഇന്ന് സമുദായത്തിൽ വന്നുപെട്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സങ്കടപ്പെടാൻ വേണ്ടി പറയണം. നമ്മളിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളെ തന്നെ കുറ്റപ്പെടുത്തി, നമ്മളെ തന്നെ പറഞ്ഞ്, നമ്മളെ തന്നെ ശപിച്ച് നമുക്ക് ദുഃഖവും നിരാശയും സങ്കടവും വരുത്താൻ വേണ്ടിയാണോ? അല്ല. ഇത് ആത്മവിചാരണയാണ്, ഇത് ആത്മപരിശോധനയാണ്. നമ്മുടെ അവസ്ഥ എന്തെന്ന് നമ്മളൊന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എത്തി നിൽക്കുന്ന സാഹചര്യം എന്താണ്, നമ്മൾ കടന്നു പോകുന്ന വഴി ഏതാണ്, നമ്മൾ ആരാണ്, നമ്മൾ എങ്ങനെ ആയിരിക്കേണ്ടവരാണ്, ലോകത്തിന് എന്ത് മാതൃകയും എന്ത് എന്താ പറയാ മോഡലും മനുഷ്യരുടെ മുമ്പിൽ സമർപ്പിക്കേണ്ടവരാണ് നമ്മൾ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് പറയാം. അതുകൊണ്ട് ഒരു തിരുത്ത് ആവശ്യമുണ്ട്, ഒരു പുനരാലോചന ആവശ്യമുണ്ട്, ഒരു നവോത്ഥാനം ആവശ്യമുണ്ട്, ഒരു സംസ്കരണ പ്രവർത്തനം അതിതീവ്രമായി ഈ ഉമ്മത്തിന്, ഈ സമുദായത്തിന് ആവശ്യമുണ്ട്. സത്യത്തിന്റെ സാക്ഷികളായിട്ട് നമ്മൾ മാറണം. നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സത്യത്തിന്റെ സാക്ഷികളായിട്ട് മാറി ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും നമ്മിലൂടെ സത്യത്തിന്റെ സന്ദേശം എന്തെന്ന് അറിയാൻ, നമ്മളെ കണ്ട് നമ്മുടെ കൂടെ ജീവിച്ചിട്ട്, നമ്മളെ മനസ്സിലാക്കിയിട്ട്, നമ്മളെ അനുഭവിച്ചിട്ട്, നമ്മൾ ഉൾക്കൊണ്ടിരിക്കുന്ന ആദർശം എന്തെന്ന് മനസ്സിലാക്കാൻ, ആ ആദർശത്തിന്റെ മഹിമയും മഹത്വവും മനസ്സിലാക്കാൻ മനുഷ്യർക്ക് സാധ്യമാകുന്ന വിധം നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും, മനസ്സ വാച കർമ്മണ ദീനുൽ ഇസ്ലാമിന്റെ സാക്ഷികളായിട്ട്, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സന്ദേശത്തിന്റെ സാക്ഷികളായിട്ട്, അഥവാ സത്യത്തിന്റെ സാക്ഷികളായിട്ട് ജീവിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ സാധിക്കുമ്പോൾ മാത്രമാണ് തെരഞ്ഞെടുക്കപ്പെട്ട ജനത എന്ന അർത്ഥത്തിൽ, തെരഞ്ഞെടുക്കപ്പെട്ട സമുദായം എന്ന അർത്ഥത്തിൽ നമ്മുടെ ദൗത്യം, നമ്മുടെ കടമയും നമ്മുടെ ഉത്തരവാദിത്തവും നിർവഹിച്ചവരായിട്ട് നമുക്ക് റബ്ബിനെ കണ്ടുമുട്ടാൻ സാധിക്കുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ദൂതന്മാരോടും അവര് നിയോഗിക്കപ്പെട്ട സമൂഹത്തോടും ചോദ്യമുണ്ടാകുമെന്ന് പറഞ്ഞില്ലേ? ആ ചോദിക്കപ്പെടുന്ന സന്ദർഭത്തിൽ നമ്മൾ ജീവിച്ച കാലത്ത് നമുക്ക് ചുറ്റും ജീവിച്ച മനുഷ്യരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കും. നമ്മൾ അതിനെ കുറിച്ച് എന്തെങ്കിലും ബേജാർ നമുക്കുണ്ടോ? നമ്മൾ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ജീവിക്കുന്ന ഒരു പ്രവാചകൻ ജീവിച്ച കാലത്ത് ആ പ്രവാചകന്റെ പ്രബോധിതരെ കുറിച്ചും പ്രവാചകനെ കുറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യമുണ്ടാക്കുമെന്ന് പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന വഴിയില്ലാത്ത പ്രവാചകന്മാരായിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട വഴിയെ ഈ കാലഘട്ടത്തിൽ ഏറ്റെടുത്ത് അത് സമൂഹത്തിന് പരിചയപ്പെടുത്തി സത്യത്തിന്റെ സാക്ഷികളായി
വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അവർക്കിടയിൽ ജീവിക്കേണ്ട നമ്മളെ കുറിച്ച് അവരെ മുന്നിൽ നിർത്തിയിട്ട് നാളെ റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും. നമ്മളോട് ചോദിക്കും, നിങ്ങളുടെ ദൗത്യം ഇവരിൽ പൂർത്തീകരിച്ചോ? അവരോട് ചോദിക്കും, ഇവർ അവരുടെ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തന്നോ? ബലാ യാ റസൂലല്ലാഹ് എന്ന അന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനുയായികൾ പറഞ്ഞതുപോലെ അവിടെ നമുക്ക് വേണ്ടി അള്ളാഹുവിന്റെ മുമ്പിൽ അതേ ഉത്തരം പറയുന്ന സാക്ഷികളായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു സമൂഹം ഉണ്ടാകുമോ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കണം. അതാണ് ഈ വിഷയം പറയുമ്പോൾ എനിക്ക് പ്രധാനമായിട്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സത്യത്തിന്റെ സാക്ഷികളാണ്. നമ്മൾ ഖൈറു ഉമ്മത്താണ്, നമ്മൾ ഉത്തമ സമൂഹം, നമ്മൾ മധ്യമ സമൂഹം, നമ്മൾ മാതൃകാ സമൂഹം. അതുകൊണ്ട് വാക്കിലും പ്രവൃത്തിയിലും, ജീവിതം കൊണ്ട്, കർമ്മം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ജീവിതം കൊണ്ടും സന്ദേശം കൊണ്ടും നമ്മൾ സത്യത്തിന്റെ സാക്ഷികളായിട്ട് നിൽക്കണം. നമ്മൾ ലോകത്ത് ഉന്നതരാണ്. ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അതെന്താണെന്നറിയോ? നമ്മളെ കുറിച്ച് ഖൈറു ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ, നമ്മളെ കുറിച്ച് ഉത്തമ സമൂഹം എന്ന് പറഞ്ഞാൽ, നമ്മളെ കുറിച്ച് മധ്യമ സമൂഹം എന്ന് പറഞ്ഞാൽ, തെരഞ്ഞെടുക്കപ്പെട്ട സമൂഹം എന്ന് പറഞ്ഞാൽ, അതേ വിശുദ്ധ ഖുർആൻ നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വേറൊരു പ്രയോഗമുണ്ട്. ആ പ്രയോഗവും തരുണത്തിൽ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതെന്താണെന്നല്ലേ? വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ. അത് വേറൊരു പ്രയോഗം, അത് വേറൊരു സർട്ടിഫിക്കറ്റാ. എന്താണെന്നറിയോ? നിങ്ങൾ ഉന്നതരാണ്. അഅലൗൻ വലാ തഹിനു വലാ തഹ്സനു. നിങ്ങൾ നിരാശപ്പെടണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട. അൻതുമുൽ അഅലൗൻ, നിങ്ങൾ ഉന്നതരാണ്. എപ്പോഴെന്നറിയോ? ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണ്. ഇതെന്തിനാണ് ഇപ്പൊ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്ന് ലോകത്ത് ജീവിക്കുന്ന നമ്മൾ ഏതവസ്ഥയിൽ ലോക ഇസ്ലാമിക സമൂഹത്തെ ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, നമ്മൾ നേരത്തെ നമ്മുടേതായിട്ടുള്ള മറ്റു ചില സംഗതികളിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് നമ്മൾ നിൽക്കുന്ന നിലവാരത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ? ഇനി ലോകാടിസ്ഥാനത്തിൽ നമ്മളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് പരിശോധിച്ചാൽ അവിടെയും നമുക്ക് സങ്കടം വരും. സങ്കടം വരുന്ന പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇസ്ലാമിക സമൂഹത്തെ കയ്യിലെടുത്ത് അമ്മാനമാടിക്കൊണ്ടിരിക്കുകയാണ് ശത്രുക്കൾ. ഫലസ്തീന്റെ പ്രശ്നം എന്താ? ഗസയുടെ പ്രശ്നം എന്താ? എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഒരു വർഷം കഴിഞ്ഞില്ലേ? ഒരു വർഷം, 2 വർഷല്ലേ? എത്രയും രണ്ടാമത്തെ വർഷത്തിലേക്ക് കിടക്കാം. ഇന്ന് എന്താണ് ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഫലസ്തീനിൽ കാണാൻ പറ്റാത്ത കാഴ്ച അല്ലേ? പിഞ്ചു കുഞ്ഞുങ്ങള് വിശന്ന് ഭക്ഷണം വെള്ളവും കിട്ടാതെ എല്ലും തോലുമായിട്ട് ഒട്ടിയിട്ട് മരിക്കുക ഒരു ഭാഗത്ത്. എന്നിട്ട് അങ്ങനെ ഭക്ഷണത്തിന് പോയി ക്യൂ നിൽക്കുന്ന കുട്ടികൾ ഇന്ന് ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് നിരന്ന് വീണ് കിടക്കുകയാണ് മനുഷ്യൻ. തെരുവുകളിലും ഗല്ലികളിലും നിരന്ന് വീണ് കിടക്കുകയാണ്. നിഷ്കരണം കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു തരത്തിലുള്ള ഭയവും അവർക്കില്ല. ഒരാളെയും പേടിയില്ല, ഒരു നിയമത്തെയും മാനിക്കുന്നില്ല. കമ എന്ന് മിണ്ടാൻ ആളില്ല. അവസാനം അവരുടെ അഭയം കൊടുത്തുകൊണ്ടിരുന്ന അവരുടെ ചില നേതാക്കളെല്ലാവരും അഭയം കൊടുത്തുകൊണ്ടിരുന്ന രാജ്യത്ത് കയറിയിട്ട് ഖത്തറിൽ കയറി അടിച്ചില്ലേ? എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ വേണമെങ്കിൽ ഇനിയും ചെയ്യും, നിങ്ങളെ ആ ആളുകളൊക്കെ പുറത്താക്കിക്കോ, അല്ലെങ്കിൽ ഞങ്ങൾ പുറത്താക്കുന്ന പറഞ്ഞാൽ ഞങ്ങൾ വീണ്ടും നിങ്ങളെ ആക്രമിക്കുന്നു. എന്നിട്ട് ആക്രമിച്ച ആക്രമത്തിന് അറുതി വരുത്താൻ വേണ്ടി എവിടുക്കാ പോയിരിക്കുന്നത്? പിന്നെ അവിടെ ചെന്നിട്ട് കാല് പിടിച്ചിട്ട് പറയാം, ഞങ്ങളെ രക്ഷിക്കണം, അവിടെ കരാറൊന്നും കൂടി ഭദ്രാക്കാൻ വേണ്ടി വിടുന്ന ആളെ അങ്ങോട്ട് ഓടിക്കുക. എന്താണ് അവസ്ഥ? എന്താണ് ഇസ്ലാമിക സമൂഹത്തിന്റെ അവസ്ഥ? ഇത്രയും നിന്ദ്യത. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു കാലം വരും അന്ന് ലോകത്ത് എന്താ പറയാ, ഭക്ഷണ തളികക്ക് ചുറ്റുമിരിക്കുന്ന ആളുകൾ ആ തളികയിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കൾ വലിച്ച് കീറിയെടുക്കുന്നത് പോലെ. അറബികൾ കണ്ടില്ലേ? ആടിനെയൊക്കെ അങ്ങനെ പുഴുങ്ങി കൊണ്ടുവന്ന് നോക്കും. മനസ്സിലാവും അറബിയൊക്കെ? ആടിനെയൊക്കെ അങ്ങനെ പുഴുങ്ങി കൊണ്ടുവന്ന് വെച്ചിട്ട് 4 പാടും ചുറ്റിരുന്നിട്ട് വലിച്ച് കീറി തിന്നും. ഭക്ഷണ തളികയിൽ നിന്ന് ഭക്ഷണം ആടുകൾ 4 ഭാഗത്തേക്ക് കൊത്തി വലിച്ച് കീറിയെടുത്ത് തിന്നുന്നത് പോലെ നിങ്ങള് മറ്റുള്ളവരാൽ കൊത്തി വലിക്കപ്പെടുന്ന ഒരു കാലം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു. അപ്പൊ ഇവര് ചോദിച്ചു, പ്രവാചകരെ എന്താ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല, ഞങ്ങൾ അങ്ങനെ സംഭവിക്കില്ല. അപ്പൊ നബിയെ, ഞങ്ങൾ എണ്ണത്തിൽ കുറവായിരിക്കും? അല്ല, നിങ്ങൾ ധാരാളം ഉണ്ടാകും. പക്ഷെ നിങ്ങളുടെ പ്രശ്നം എന്തായിരിക്കുന്നറിയോ? നിങ്ങൾ മലവെള്ളത്തിൽ ഒഴുകുന്ന നുരയും പതയും പോലെ ചപ്പു ചവറ് പോലെ ആയിരിക്കും.
ഒരു വിലയും നിങ്ങൾക്ക് ഉണ്ടാവില്ല. വെള്ളം അങ്ങനെ കുത്തി ഒഴുകി പോകുക നമ്മൾ കണ്ടിട്ടില്ലേ? കുറെ ത്വരയും പതി അതിന്റെ മുകളിൽ ചപ്പു ചവറിങ്ങനെ ഒഴുകുക, അതിന് വല്ല വിലയുണ്ടോ? ഇങ്ങനെ മലവെള്ളത്തിൽ ഒഴുകുന്ന മഴവെള്ളത്തിൽ ഒഴുകുന്ന ചപ്പു ചവറ് പോലെ വിലയില്ലാത്തവരായിട്ട് നിങ്ങൾ ഒഴുകുന്നവരായിരിക്കും. നിങ്ങൾക്കൊരു വിലയുണ്ടാവില്ല. നിങ്ങളെ രണ്ട് നിന്യതകൾ അന്ന് പിടികൂടിയിട്ടുണ്ടാകും. ആ രണ്ട് നിന്യതകൾ നിങ്ങളെ പിടികൂടിയത് കൊണ്ട് നിങ്ങളുടെ എല്ലാ ശക്തിയും ചോർന്നുപോയി, നിങ്ങളുടെ അന്തസ്സ് നശിച്ചു, നിങ്ങളുടെ അഭിമാനം പോയി, നിങ്ങളുടെ ശക്തി ക്ഷയിച്ചു, നിങ്ങളുടെ ബലം പോയി. ഒരാൾക്കും നിങ്ങൾ ഒരു വിലയുമില്ലാത്ത വിധം, നിങ്ങളെ ആർക്ക് വേണമെങ്കിലും കൈകാര്യം ചെയ്യാവുന്ന വിധം, ഭക്ഷണ തളികയിൽ നിന്ന് ആർക്കും വലിച്ചെടുക്കാവുന്ന പുഴുങ്ങിയ ആടുപോലെ കോഴി പോലെ നിങ്ങളായിത്തീരുന്ന ഒരു കാലമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് നിന്യതകൾ നിങ്ങളെ പിടികൂടും. എന്താണ് രണ്ട് നിന്യതകൾ എന്നാണോ? ഹുബ്ബുദ്ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്. ഒന്ന് ദുനിയാവിനോടുള്ള പ്രേമം, ദുനിയാവിനോടുള്ള സ്നേഹം, ഭൗതിക പ്രമത്തത, ഭൗതിക ജീവിതത്തോടുള്ള ഭ്രമം, സുഖങ്ങളിൽ മുഴുകാൻ, അഭിരമിക്കാൻ, അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ള നിങ്ങളുടെ ത്വരയും നിങ്ങളുടെ ആഗ്രഹവും അത് നിങ്ങളെ അങ്ങോട്ട് ബാധിച്ചിരിക്കാം. വളരെ ശരിയല്ലേ? അതാണ് ഇപ്പോ നടത്തും. ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞാൽ തമ്പുരാക്കന്മാർ ഇതിന് ചുറ്റുമുണ്ട്. ഫലസ്തീൻ എന്ന് പറയുന്ന കൊച്ചു ഭൂമിയ പ്രദേശം, അതിന് ചുറ്റും വളഞ്ഞ് വലയം ചെയ്ത് നിൽക്കുന്ന രാജ്യങ്ങൾ മുഴുവൻ ആരുടേതാണ്? അതിർത്തി പോലും അടച്ചുകൂട്ടിയിട്ട് തുള്ളി വെള്ളവും ഭക്ഷണവും കൊടുക്കാത്ത ഒരുപാട് കാലം അടച്ചുകൂട്ടി ഇവരെന്തെന്ന് പറയുന്നുവോ ഈ തമ്പുരാക്കന്മാരും ഈ സയന്റിസ്റ്റുകളും ഈ മനുഷ്യ വിരുദ്ധ ജൂദാസുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അക്രമികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, മനുഷ്യന്റെ ചുടിചോര കുടിച്ചുകൊണ്ടിരിക്കുന്ന പിശാചുക്കൾ എന്തെന്ന് പറയുന്നുവോ അതിനനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ഈ ചുറ്റും കൂടിയിട്ടുള്ളവർ. അതിർത്തികളൊക്കെ അവിടെ കിടക്കണേ. അതിർത്തി തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തുറക്കല് പേടിച്ചു. അവരെന്തെന്ന് പറയുന്നുവോ അവര് മൂക്കുകൊണ്ട് ക്ഷച്ചാഞ്ഞ വരക്കാൻ പറഞ്ഞ അത് വരച്ചുകൊണ്ട് അവരുടെ അടിമകളായിട്ട്, ഈ പിശാചുക്കളുടെ അടിമകളായിട്ടാണ് ഈ ഫലസ്തീന് ചുറ്റും ജീവിച്ചുകൊണ്ടിരിക്കുന്ന നിലനിൽക്കുന്ന രാജ്യങ്ങൾ, അവരുടെ ഭരണാധികാരികൾ. എന്താണെന്നറിയോ? എന്താ കാരണം എന്നറിയോ? ഭൗതിക പ്രബന്ധത്തെ, ഈ സുഖങ്ങളാ. അവരുടെ കൊട്ടാരങ്ങളും അവരുടെ ജീവിത സുഖങ്ങളും അവരുടെ പരമ്പരാഗതമായിട്ട് അവർക്ക് കിട്ടിയ അധികാരങ്ങളും ഇനി അതിനൊരു കോട്ടവും കാട്ടാതെ അടുത്ത തലമുറക്ക് അത് കൈമാറാൻ വേണ്ടിയിട്ട് അതിന് ഭദ്രമാക്കി വെച്ചിരിക്കാൻ. ജനാധിപത്യം അന്യമാണ്. കമ എന്നൊരു വാക്ക് പറയാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല. പള്ളിയിലോ അതുപോലെ തന്നെ സഭകളിലോ സംസാരിക്കാൻ പാടില്ല. മിണ്ടിപ്പോയാൽ പിന്നെ വെളിച്ചം കാണാത്ത ഇരുട്ടറകളിലേക്ക് തള്ളപ്പെടുകയോ അല്ലെങ്കിൽ കൊല ചെയ്യപ്പെടുകയോ ചെയ്യുന്ന തനി ഏകാധിപത്യത്തിന്റെ, സ്വേച്ഛാധിപത്യത്തിന്റെ സാഹചര്യങ്ങളാണ് ഈ പറഞ്ഞ പ്രദേശങ്ങളിലൊക്കെ നിലനിൽക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അവർ പലപ്പോഴും അണ്ടർ ടേബിൾ ഡീലിംഗ് ഉണ്ട്. ആരുമായിട്ടെന്നറിയോ? സിയോണിസ്റ്റുകളുമായിട്ട്. അവരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ചില രാജ്യങ്ങളുമൊക്കെ ഈ സിയോണിസ്റ്റുകളുമായിട്ട്, ഇസ്രായേലുമായിട്ടൊക്കെ അതിപ്രിയങ്കര രാഷ്ട്ര പദവിയിലാണ് അവർ ഒപ്പുവെച്ചിട്ടുള്ളത്. അവർക്ക് വേണ്ടി ചുവപ്പ് പരമധാനി വിരിച്ചുകൊണ്ടിരിക്കാൻ. എന്താണ് ഇതിന്റെയൊക്കെ കാരണം എന്നറിയാം? ഭൗതിക പ്രമത്തത ഒന്നും മാത്രം. പടച്ച റബ്ബിനെ കുറിച്ചുള്ള ചിന്തയില്ല, പേടിയില്ല, ഉമ്മത്തിനെ കുറിച്ചുള്ള ചിന്തയില്ല, സമുദായത്തോട് പ്രതിബദ്ധതയില്ല, ദീനിനോട് പ്രതിബദ്ധതയില്ല, ആദർശമില്ല, വിശ്വാസമില്ല, ഒന്നുമില്ല. വെറും ദുനിയാവിന്റെ പൂജകരായി, ഭൗതിക പ്രമത്തരായി, ദുനിയാവിന്റെ പ്രേമികളായി, പറഞ്ഞതുപോലെ നാക്കാലികൾക്ക് സമം അടിച്ചു പൊളിച്ച് മുടിച്ചു മതിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനത, അല്ലെങ്കിൽ ജനതയെ മൊത്തത്തിൽ പറയേണ്ട അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നവർ, അവരാണ് ഇസ്രായേൽ ഫലസ്തീന് ചുറ്റും, ഗസക്ക് ചുറ്റും ഇപ്പോഴും കട്ടം കറങ്ങി നിന്നുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുക, നോക്കിക്കൊണ്ടിരിക്കുക. കമാന്ന് മിണ്ടുന്നില്ല, ഇടപെടുന്നില്ല, ഒന്നും സംസാരിക്കുന്നില്ല, ഒന്നും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കണ്ടേ? ചെയ്യാൻ പറ്റുമെന്ന് പോലും ചിന്തിക്കുന്നില്ല. എന്താണെന്നറിയോ? ഈ നിന്യത, നിങ്ങളെ ഈ നിന്യത ബാധിക്കും. ദുനിയാവിനോടുള്ള പ്രേമം അത് നിങ്ങളെ ബാധിക്കും. അന്ന് നിങ്ങൾക്ക് ഒരു വിലയുണ്ടാവില്ല. അപ്പൊ നിങ്ങളെ കൈകാര്യം ചെയ്യും. ഇത് ഫലസ്തീനിൽ ഒതുങ്ങുമെന്നവർ വിചാരിക്കുന്നുണ്ടോ? നാളെ ഇപ്പുറത്ത് കയറി ആക്രമിച്ചാൽ ആരുണ്ട് സഹായിക്കാൻ? അത് കയറി അപ്പുറത്ത് ആക്രമിച്ചാൽ ഇസ്രായേലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? അവരുടെ ലക്ഷ്യം, അവർക്ക് ഇപ്പോഴും അതിർത്തി നിർണയിച്ചിട്ടില്ല, അതിർത്തി വരച്ചിട്ടില്ല. അതിർത്തി മാപ്പിൽ നോക്കിയാൽ ഇസ്രായേലിന്റെ അതിർത്തി അവരംഗീകരിച്ചിട്ടില്ല. അവര് പറയുന്നത് മദീന വരെ നീണ്ടു കിടക്കുന്നതാണ് ഞങ്ങളുടെ അതിർത്തി. റൗദാ ഷരീഫും അവരുടെ രാജ്യത്തിന്റെ ഭാഗമാക്കും. കഅബയെ ഒരുപക്ഷെ അവർ പിടിക്കും, കഅബ തകർക്കും. അറബ് രാജ്യങ്ങളെ മുഴുവനും പിടിക്കും. മുസ്ലിങ്ങളെ മുഴുവൻ ഇപ്പൊ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നവർ കൈകാര്യം ചെയ്യും. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് അവര് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും.
ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് സാധ്യമായ വിധം ഇത് തിരിച്ചറിഞ്ഞിട്ട് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പകരം അവർക്ക് വേണ്ടി ഓശാന പാടിക്കൊണ്ടിരിക്കുകയാണ്. ദുനിയാവിനോടുള്ള പ്രേമാത്, ഭൗതിക പ്രമത്തതയാണത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് വേണ്ടി പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് കറാഹിയത്തുൽ മൗത്ത്, നിങ്ങൾക്ക് മരണത്തെ കുറിച്ചുള്ള പേടി, മരണം ഇഷ്ടമുണ്ടാവില്ല, വെറുപ്പ്. മരണത്തെ കുറിച്ചൊന്നും പറയാൻ പാടില്ല. മരണചിന്ത ഉണ്ടാവുകയോ മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തൽ ഉണ്ടാവുകയോ അല്ലെങ്കിൽ മരണത്തെ കുറിച്ച് സംസാരിക്കുന്നത് ഇഷ്ടപ്പെടുകയോ ചെയ്യാത്ത വിധം തനി ഭൗതികന്മാരായി ഈ ദുനിയാവ് തന്നെ കലാകാലത്ത് ഇവിടെ തന്നെ സുഖിച്ച് ജീവിക്കുമെന്ന് ചിന്തിക്കാം. നിങ്ങൾ ദുനിയാവാണ് സെലക്ട് ചെയ്യുന്നത്, പക്ഷേ പരലോകം പരലോകമാണ് ഖൈറായിട്ടുള്ളതും നിത്യമായിട്ടുള്ളതും അല്ലേ? ആ ഒരു ചിന്ത ഈ സമൂഹത്തെ പിടികിട്ടിയിട്ടില്ല, അവരുടെ മനസ്സിലേക്ക് അത് പ്രവേശിച്ചിട്ടില്ല. ദുനിയാവിന്റെ നശ്വരമായ സുഖങ്ങൾക്ക് വേണ്ടി അവർ ജീവിച്ചുകൊണ്ടിരിക്കുക. ദുനിയാവെന്ന് പറഞ്ഞാൽ എത്ര നിസ്സാരമാണ്, ദുനിയാവിലെ സുഖങ്ങൾ എന്ന് പറഞ്ഞാൽ എത്ര നിസ്സാരമാണ്. ഈ സുഖിയന്മാർ, ഈ ആഡംബര പ്രമേയം, ഈ ഭൗതികന്മാര്, ഈ അടിച്ചുപൊളിക്കാരെയൊക്കെ നാളെ റബ്ബ് സുബ്ഹാനഹു വ തആല പരലോകത്ത് കൊണ്ടുവന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞ ഒരു ഹദീസില്ലേ, ആ ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറയണേ, രണ്ട് തരം മനുഷ്യരെ കൊണ്ടുവരും, രണ്ടാളെ കൊണ്ടുവരും അല്ലാഹു തആല പരലോകത്ത്. ഒന്ന് ദുനിയാവിൽ അടിച്ചുപൊളിച്ച സുഖിച്ചു മതിച്ചു കുടിച്ച് എല്ലാ സുഖങ്ങളും അനുഭവിച്ച് ആസ്വദിച്ച് ജീവിച്ച ആളെ പരലോകത്ത് കൊണ്ടുവന്നിട്ടേ നരകത്തിൽ ഒന്ന് ടച്ച് ചെയ്തെടുക്കും, നോക്കും. എന്നിട്ട് അയാളോട് ചോദിക്കും, നീ ദുനിയാവിൽ എന്തെങ്കിലും സുഖം അനുഭവിച്ചിനോ? അയാൾ പറയും, ഞാൻ ഒരു സുഖം അനുഭവിച്ചിട്ടില്ല. നരകത്തിലൊന്ന് തൊട്ടപ്പോൾ, നരകം ഒന്ന് തൊട്ടപ്പോ ദുനിയാവിന്റെ എല്ലാ സുഖങ്ങളും മറന്നു കളഞ്ഞു. ഇത്രേ ദുനിയാവുള്ളൂ, ഇത്രേ ദുനിയാവിന്റെ സുഖമുള്ളൂ. ഇതൊക്കെ ക്ഷണികമാണ്, താൽക്കാലികമാണ്, അതിനിസ്സാരമാണ്. ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ദുനിയാവിനെ കുറിച്ച് മനുഷ്യർ പരലോകത്ത് പറയും, ഞങ്ങൾ ഒരു ദിവസമായിട്ട് ജീവിച്ചിട്ടുണ്ടോ, ഒരു ഓർമ്മ മാത്രം, ഒരു സ്വപ്നം പോലെ മാഞ്ഞു പോകുന്നതാണ് ദുനിയാവിലെ ജീവിതം. പക്ഷെ ആ ദുനിയാവിന് വേണ്ടിയിട്ടാണ്. നരകത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. രണ്ടാമത്തെ ഹദീസ് അതുകൂടെ പറയാം. രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞാൽ ദുനിയാവിൽ കഷ്ടപ്പെട്ട് ജീവിച്ച ആളാ. ദുരിതം, കഷ്ടപ്പാട്, അങ്ങനെ ഉണ്ടല്ലോ ചില മനുഷ്യര്, ഇടങ്ങേറന്നെ കഷ്ടപ്പാടിന്റെ ദുരിതം, അങ്ങനെ ജീവിച്ച് മരിച്ചുപോയി. ആ മനുഷ്യനെ കൊണ്ടുവന്നിട്ട് അല്ലാഹു തആല സ്വർഗത്തിൽ ഒന്ന് മുക്കിയെടുക്കും, എന്നിട്ട് ടച്ച് ചെയ്യും സ്വർഗം. എന്നിട്ട് അയാളോട് ചോദിക്കും, നിങ്ങൾ ദുനിയാവിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിച്ചോ? അയാൾ പറയും, പടച്ചോനെ, ഞാൻ ഒരു പ്രയാസം അനുഭവിച്ചില്ല. സ്വർഗം ഒന്ന് തൊട്ടപ്പോഴേക്ക് എല്ലാം മറന്നുപോയി. ഇതാണ് സ്വർഗം, ഇതാണ് നരകം, ഇത് വരാനിരിക്കുകയാണ്. അവിടേക്കുണ്ട്, അവിടേക്കാണ് യാത്ര. മരണം വളരെ മുന്നിലാണ്. മരണാനന്തരം അങ്ങോട്ട് പോകണം, അത് നീണ്ടു നിവർന്ന് കിടക്കുക. സ്വർഗത്തെ കുറിച്ചും പരലോകത്തെ കുറിച്ചും ഇഹലോകത്തെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വേറൊരു ഹദീസ് എങ്ങനെയെന്നറിയോ? നിങ്ങളൊരു കടലിന്റെ അടുത്ത് പോകുക, അവിടെ കടലെടുത്തല്ലേ, കടലിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ കടലിലേക്കൊന്ന് വിരല് വെക്ക്, വെള്ളത്തിലൊന്ന് വിരല് വെക്ക്. വിരല് വെള്ളത്തിൽ മുക്കിയിട്ട് എടുത്തിട്ട് നിങ്ങൾ വിരലിലേക്ക് നോക്കൂ. നിങ്ങളുടെ കയ്യിൽ എത്ര വെള്ളമുണ്ട്? കയ്യിൽ വെള്ളം ഉണ്ടാവില്ലേ? ആ കയ്യിലുള്ള വെള്ളമില്ലേ, ആ വെള്ളമാണ് ദുനിയാവിലെ ജീവിതം. എന്നിട്ട് കടലിലേക്ക് നോക്ക്, അതാണ് പരലോക ജീവിതം. കടലിൽ മുക്കിയെടുത്തിട്ട് വിരലിൽ പറ്റിപ്പിടിച്ച വെള്ളം, ദുനിയാവ് അത്ര നിസ്സാരമാണ്. പരാവാരം പരന്നു കിടക്കുന്ന ആ കടലില്ലേ, അതാണ് പരലോക ജീവിതം. പക്ഷെ നിങ്ങൾ ദുനിയാവ് സെലക്ട് ചെയ്യുന്നു. പരലോകം ഉണ്ടല്ലോ, അത് നിത്യമായി ഹൈറായിട്ട് കിടക്കുന്നത് പരലോകമാണ്, നിത്യമായിട്ട് എന്നും നിലനിൽക്കുന്നത് പരലോകം. ഇതൊക്കെ മറന്നുപോയിരിക്കാം, ആ ചിന്ത പോലുമില്ല. മരിക്കുന്നതിനെ കുറിച്ച് പറയാൻ പോലും പാടില്ല, കേൾക്കുന്ന പോലില്ല. കറാഹിയത്തുൽ മൗത്ത്, മരിക്കുന്നത്, മരണചിന്തയില്ല, മരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ പോലും പറ്റില്ല എന്ന് പറഞ്ഞ അവസ്ഥ. ഈ രണ്ട് നിന്യത, ഈ രണ്ട് നിന്യതയും നിങ്ങളെ പിടികൂടി തനി ഭൗതികന്മാരായി, സുഖിയന്മാരായിട്ട് നിങ്ങൾ മാറുമ്പോൾ എല്ലാ മൂല്യങ്ങളും കാറ്റിൽ പറത്തി, എല്ലാ ആദർശവും വിശ്വാസവും സംസ്കാരവും ഒക്കെ ഉപേക്ഷിച്ച് പടച്ചവനും പരലോകവും പ്രവാചകനും ഒക്കെ തള്ളിക്കളഞ്ഞ് നിങ്ങൾ ദുനിയാവിലെ മാടുകളെ പോലെ, മാടുകളെ പോലെ, കാലികളെ പോലെ നിങ്ങൾ ജീവിക്കും. അങ്ങനെ ജീവിക്കുമ്പോ ജനങ്ങള് ഭക്ഷണ തലയിൽ നിന്ന് കൊത്തി നിങ്ങളെ വലിച്ചെടുക്കുന്നത് പോലെ, ഭക്ഷണം കീറി വലിച്ചെടുക്കുന്നത് പോലെ നിങ്ങളെ കീറിയെടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘദർശനം ചെയ്ത ആ ഒരു കാലത്തിലൂടെ നമ്മൾ ഇന്ന് കടന്നു വേണ്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് മാറിയേ പറ്റൂ, മാറ്റിയേ പറ്റൂ. ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ വേറൊരു രൂപം പറയാം. നേരത്തെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീർണതകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടേ പറ്റൂ. നമുക്ക് ഉത്തമ സമൂഹവും മാതൃകാ സമൂഹവുമായി ഈ ലോകത്ത് മനുഷ്യരുടെ മുമ്പിൽ ജീവിച്ചേ പറ്റൂ.
നമുക്ക് സത്യസാക്ഷ്യം നിർവഹിച്ചേ പറ്റൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ? അതിന്റെ വേറൊരു വെർഷനായിട്ട് ഞാൻ പറയാണ്, നമുക്ക് ഇസ്സത്തിലേക്ക് ഉയർന്നേ പറ്റൂ, നമുക്ക് അന്തസ്സിലേക്ക് ഉയർന്നേ പറ്റൂ, നമുക്ക് അഭിമാനത്തിലേക്ക് ഉയർന്നേ പറ്റൂ. നമ്മുടെ മേൽ കൈവെക്കാൻ ഒരുത്തനും കഴിയാത്ത വിധം ശക്തി ആർജിച്ചേ നമുക്ക് പറ്റൂ. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽമുഅ്മിനീൻ, വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽമുഅ്മിനീൻ. അല്ലാഹുവിനും അവന്റെ പ്രവാചകനും സത്യവിശ്വാസികൾക്കുമാണ് ഇസ്സത്ത്. അവർക്കാണ് അന്തസ്സ്, അവർക്കാണ് അഭിമാനം. അങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂലിനെ, സത്യവിശ്വാസികളെ, അബൂബക്കറിനെ, ഉമറിനെ, അതുപോലെ തന്നെ ഈ ദീനിന്റെ മാർഗത്തിൽ അന്തസ്സോടെ അഭിമാനത്തോടു കൂടി ഉയർന്നു നിന്ന ഒരാളുടെ മുമ്പിലും മുട്ടുകറക്കാതെ നോക്കാൻ ഒരു ദുഷ്ടശക്തിക്കും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ലോകത്തെ ഏറ്റവും വലിയ തമ്പുരാക്കന്മാരും വലിയ സാമ്രാജ്യ ശക്തികളുമായിരുന്ന കിസ്റയും കൈസറും ഇവരുടെ മുമ്പിൽ കാലിടറി മുട്ടുവിറച്ച് വീണു എന്നത് ചരിത്രമാണെങ്കിൽ അതാണ് ഇസ്സത്ത് എന്ന് പറയുന്നത്, അതാണ് അന്തസ് എന്ന് പറയുന്നത്, അതാണ് അഭിമാനം എന്ന് പറയുന്നത്. ആ അഭിമാനത്തിലേക്ക്, അന്തസ്സിലേക്ക്, ഇസ്സത്തിലേക്ക് ഈ സമുദായം ലോകാടിസ്ഥാനത്തിൽ തിരിച്ചു നടക്കണം. അതിനുള്ള കുറുക്കു വഴികളൊന്നുമില്ല. ഒന്നേ ഉള്ളൂ, വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ വിശ്വാസികളാവുക, ഈമാനിലേക്ക് മടങ്ങുക, അല്ലാഹുവിലേക്ക് മടങ്ങുക, പ്രവാചകനിലേക്ക് മടങ്ങുക, വിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങുക, ഭൗതിക ജീവിതത്തെ അതിന്റെ സ്ഥാനത്ത് നിലനിർത്തുക. പരലോകം മുന്നിൽ കണ്ട് നിത്യമായ പരലോകം, നിത്യമായി നിലനിൽക്കുന്നതും ശാശ്വതമായി നിലനിൽക്കുന്നതുമായ പരലോകത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അതിനുവേണ്ടി ജീവിതം നീക്കിവെച്ചാൽ ദുനിയാവിലെ ഒരു ശക്തിക്കും നിങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. മുട്ടുവിറച്ച് നിങ്ങളുടെ കാൽക്കൽ അവർ വീഴും എന്നതാണ് ചരിത്ര സത്യമെന്ന് സാന്ദർഭികമായി ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഖൈറു ഉമ്മത്ത് എന്ന് പറഞ്ഞ, തെരഞ്ഞെടുക്കപ്പെട്ട സമൂഹം എന്ന് പറഞ്ഞ, മധ്യമ സമൂഹം എന്ന് പറഞ്ഞ, ഉന്നതരെന്ന് പറഞ്ഞ, വിശുദ്ധ ഖുർആനിൽ വിശേഷിപ്പിക്കപ്പെട്ട വിശേഷണങ്ങളൊക്കെയും സ്വായത്തമാക്കാനും അങ്ങനെ ജീവിക്കാൻ, സത്യത്തിന്റെ സാക്ഷികളായിട്ട് ജീവിക്കാൻ, അന്തസ്സോടെ ജീവിക്കാൻ, അഭിമാനത്തോടെ ജീവിക്കാൻ, തല ഉയർത്തി പിടിച്ച് ജീവിക്കാൻ, ലോകത്തിന് മുഴുവനും കർമ്മ മാതൃകകളായിട്ട് ജീവിക്കുവാൻ, ലോകത്തെ നയിക്കുന്ന, ലോകത്തെ ചലിപ്പിക്കുന്ന ചാലക ശക്തികളായിട്ട് മാറിയ ചരിത്രത്തിന്റെ ആവർത്തനം നമ്മുടെ ജീവിതത്തിലും സാധ്യമാകാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ തുറക്കട്ടെ. അതിനുവേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുക പ്രിയപ്പെട്ടവരെ, ഉയർന്ന് പ്രവർത്തിക്കുക. നാഥൻ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സഹോദരങ്ങൾ ഫലസ്തീനിൽ, ഗസയിൽ 2 കൊല്ലക്കാലം ഇന്നും അവർ യുദ്ധത്തിലാണ്. ഇന്നലെയും അവര് എണ്ണത്തിൽ ചെറുതാണെങ്കിലും അവര് തിരിച്ചടിച്ചിരിക്കുന്നു നമ്മൾ കാണുന്നുണ്ട്. ഈമാനല്ലാത്ത മറ്റൊന്നും അവരുടെ കയ്യിൽ ഇപ്പൊ ഇല്ല. പടച്ചവനിലുള്ള വിശ്വാസമല്ലാത്ത മറ്റൊന്നും അവരുടെ കയ്യിലില്ല. ഒരായുധവും അവരുടെ കയ്യിലില്ല. എന്നാലും അവർ പറയുന്നത് തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഞങ്ങൾ ഞങ്ങളുടെ നാടിന് വേണ്ടിയാ, ഞങ്ങളുടെ ആദർശത്തിന് വേണ്ടിയാ, ഞങ്ങളുടെ പുണ്യഭൂമി ഫലസ്തീൻ ബൈത്തുൽ മുഖദ്ദസിന് വേണ്ടിയാ, ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങൾക്ക് വേണ്ടിയാ ഞങ്ങളുടെ പോരാട്ടം. എല്ലാം നശിച്ചാലും ഞങ്ങൾ കീഴടങ്ങാൻ തയ്യാറല്ല, പോരാടിക്കൊണ്ടിരിക്കുമെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പോരാളികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം പ്രിയമുള്ളവരെ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മാനസികമായി അവരോട് ഐക്യപ്പെടണം. എല്ലാ സന്ദർഭങ്ങളിലും അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ കരങ്ങൾക്ക് ശക്തി നൽകുമാറാകട്ടെ, അവരുടെ പാദങ്ങൾ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. അവരിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ട്. റബ്ബ് അവരെ രക്തസാക്ഷികളായിട്ട് സ്വീകരിക്കുമാറാകട്ടെ. ആയിരക്കണക്കിന് ആളുകൾ അവരിൽ നിന്നും മാരകമായി പരിക്ക് പറ്റിയവരുണ്ട്. നാഥൻ അവർക്കൊക്കെ ഈ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ദുരിതങ്ങളിലൂടെ അവർ കടന്നു പോകുന്നുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ സഹായിക്കുമാറാകട്ടെ. അക്രമികളെ നാഥൻ പാഠം പഠിപ്പിക്കട്ടെ. പടച്ച റബ്ബേ, പാഠം പഠിപ്പിക്കണേ തമ്പുരാനെ. അക്രമികളെ പിടികൂടണേ നാഥ, അവരെ കൈകാര്യം ചെയ്യണേ തമ്പുരാനെ. എല്ലാ അതിരുകളും അവർ ലംഘിച്ചിരിക്കുന്നു നാഥ. നീ എല്ലാറ്റിനും സാക്ഷിയാണ് തമ്പുരാനെ. അക്രമികളെ പരാജയപ്പെടുത്തണേ നാഥ. സത്യത്തിനും സത്യവിശ്വാസികൾക്കും വിജയം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين واذل الكفر والكافرين واذل الظلم والظالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين برحمتك يا أرحم الراحمين. وصلى الله على محمد وآله وصحبه وسلم والحمد لله رب العالمين. السلام عليكم ورحمة الله.